യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട യുവജനങ്ങളെ, ക്രിസ്റ്റോഫനിയുടെ 3-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാ ദൈവം നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഒരിക്കൽ വായിച്ചത് ഓർത്തു പോവുകയാണ്. അതിപ്രകാരമാണ്: മുറിയാൻ മടിക്കുന്ന മുളന്തണ്ടിൽ പിറക്കാതെ പോകുന്ന ഒരു പുല്ലാങ്കുഴലുണ്ട്. ഏതോ കാടിൻ്റെ വിജനതകളിൽ നിന്ന ഒരു പുല്ലാങ്കുഴലിനെ, ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പുല്ലാങ്കുഴലിനെ ഒരു കലാകാരൻ മുറിച്ചെടുത്ത് അതിനിടാനറിയുന്ന ദ്വാരങ്ങൾ ഇടേണ്ട സ്ഥലത്തിട്ട് കഴിഞ്ഞപ്പോൾ ആ സംഗീതജ്ഞൻ ഊതിക്കഴിഞ്ഞു. അവിടെ മനോഹരമായൊരു സംഗീതം ഉണ്ടായി. ഇതാ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നെ മുറിച്ചെടുക്കാൻ ദൈവം ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവുന്ന കാറ്റുകൊണ്ട് നിന്നെ ഊതാൻ ഒരുങ്ങുകയാണ്. അവിടെയാണ് നീ ശക്തി പ്രാപിക്കുക. പൗലോസ് ശ്ലീഹയോട് ദൈവം പഠിപ്പിച്ചത് തന്നെയാണ്. റോമിലെ സഭയ്ക്ക് പൗലോസ് ശ്ലീഹ എഴുതി, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം: യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. മക്കളെ, ദൈവം യേശു ക്രിസ്തു വഴി വാഗ്ദാനമായി നൽകിയ പരിശുദ്ധാത്മാ വഴി നിന്നെ ആർക്കും കൊന്നുകളയാനോ സാധിക്കില്ല. അത് പാപത്തിനായാലും തിന്മയ്ക്കായാലും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്റ്റ് കൾച്ചറും ഷക്കീന ടെലിവിഷനും കൂടി ആഗോള സഭയിലെ യുവജനങ്ങൾക്കായി ഒരുങ്ങുകയാണ്. നീ മുറിയാൻ മടിക്കരുത്. കർത്താവിന് വേണ്ടി നീ മുറിയണം. ദൈവം നിന്നിലൂടെ ഇന്നൊരു സംഗീതം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ജീവാത്മാവിൻ്റെ നിയമത്തിൻ്റെ സംഗീതം, സുവിശേഷത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു സംഗീതം ഇന്ന് നിന്നിലൂടെ ഈ ലോകം അറിയണം. അതിനായി ഒരുങ്ങാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്, കർത്താവെ, നിന്റെ സംഗീതം ഇന്ന് എന്നിലൂടെ ഈ ലോകം മുഴുവൻ ഒരുങ്ങാൻ, മറ്റൊരു പൗലോസാകാൻ എനിക്ക് നീ കൃപ തരണമേ എന്നാഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവേ, എന്നിൽ ഒരു സംഗീതം നൽകണമേ. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവിൽ സ്നേഹമുള്ള യൗവനമേ, ക്രിസ്റ്റോഫനി 2020 3-ാം ദിവസത്തിലേക്ക്, ഫൈനൽ ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്: നിന്റെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഒരു പുതിയ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണ്. അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഈ ഒരു ചോദ്യത്തോടു കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ, യേശുവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. നിങ്ങൾ റെഡിയാണോ കുഞ്ഞുങ്ങളെ? ഒന്ന് സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിച്ച് നമുക്കൊന്നു ചേർന്ന് തുടങ്ങാം. ഈ സ്തുതി ആരാധന ഇന്ന് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണം. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശുവിന്റെ സവിധത്തിലേക്ക് യൗവനങ്ങൾ ഒന്നു ചേർന്ന് പാടുകയാണ്. സങ്കീർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു. മക്കളെ, സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, മറ്റൊന്നും നിങ്ങൾ ചോദിക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യം ചോദിക്കുക. നിങ്ങളായിരിക്കുന്ന മുറികളിലേക്ക്, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവം തന്റെ സാന്നിധ്യം അയക്കാൻ പോവുകയാണ്. സാവൂള് സെൻപോൾ ആയതുപോലെ ഒരു മാറ്റമുണ്ടാകണം. വെള്ളം വീഞ്ഞായതുപോലെ ഒരു മാറ്റമുണ്ടാകണം.
ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസം. നമുക്ക് ചേർന്ന് പാടാം. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. ചേർന്ന് യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ. സന്തോഷത്തോടെ ഇനി എന്റെ ജീവിതം നിനക്കാണ്, ഇനിയുള്ള നാളുകൾ നിനക്കാണ്. കൈകൾ ഉയർത്തി എന്റെ ജീവിതം നിനക്കാണ്, ഇനിയുള്ള നാളുകൾ നിനക്കാണ്. യേശുവേ ഒന്ന് ചേർന്ന് പാടിക്കുക എല്ലാവരും. എന്നാഥനേ, വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ ഇടപെടൽ നടക്കാൻ പോകുന്ന സമയം. എല്ലാവരും ചേർന്ന് യേശുവേ വിളിച്ചേ. എന്നാഥനേ, സന്തോഷത്തോടെ എല്ലാവരും സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ച് യേശുവേ കൈകളൊന്ന് ഉയർത്തി സങ്കീർത്തകരോടൊപ്പം നമുക്ക് ചേർന്ന് പാടാം. എന്നാഥനേ, ഇനി എന്റെ ജീവിതം എന്റെ യേശുവേ. ഇനി എന്റെ ജീവിതം നിനക്കാണ്, മക്കളെ പാടിക്കേ. ഇനിയുള്ള നാളുകൾ നിനക്കാണ്. സത്യമാണ്. ഇനി എന്റെ ജീവിതം ഇനി എന്റെ ജീവിതം നിനക്കാണ്, ഇനിയുള്ള നാളുകൾ ആയുസ്സോളം എന്റെ യേശുവിന്. യേശുവേ യേശുവേ വിളിച്ചേ. പോരാ പോരാ ശക്തിയോടെ, നാഥനേ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ വിളിച്ചേ. യേശുവേ യേശുവേ. മക്കളെ, ഇതൊരു സമർപ്പണത്തിന്റെ ദിവസമാണ്. ഇതൊരു വിട്ടുകൊടുക്കലിന്റെ ദിവസമാണ്. ഇതൊരു ക്രിസ്റ്റോഫനി അനുഭവത്തിലേക്കുള്ള യാത്രയാണ്. ഒരു പുതിയ അഭിഷേകം, ഒരു മാംസല ഹൃദയം നിങ്ങൾക്കായി നൽകി. നിങ്ങളുടെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി ദൈവത്തിന്റെ ആത്മാവിനെ നിക്ഷേപിക്കുന്ന അനുഗ്രഹത്തിന്റെ സമയം. നമുക്ക് ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് പാടാം. യേശുവേ എൻ ആശ്രയം, പാടിയേ. യേശുവേ എൻ കാന്തനേ, ഒന്ന് ചിരിച്ചുകൊണ്ട് പാടിയേ. നീയല്ലാതാശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ. സത്യമാണ്. യേശുവേ എൻ ആശ്രയം, ആശ്രയിക്കാൻ യേശുവല്ലാതൊരു ദൈവമില്ല. കാന്തനേ, നിന്നെപ്പോൾ യോഗ്യനായി വേറെയാരുള്ളൂ. കൈകൾ ഉയർത്തി. ഇനി എന്റെ ജീവിതം നിനക്കാണ്, സത്യമാണ്. ഇനിയുള്ള നാളുകൾ നിനക്കാണ്. എന്റെ യേശുവിന്. ഇനി എന്റെ ജീവിതം നിനക്കാണ്, ഇനിയുള്ള നാളുകൾ നിനക്കാണ്. യേശുവേ മക്കളെ, യേശുവിനെ വിളിക്കേ. രാജാതി രാജാവിനെ, സൈന്യങ്ങളുടെ കർത്താവിനെ, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ യേശുവേ വിളിച്ചേ വിളിച്ചേ. യേശു, ഇതിനപ്പുറം ഒരു നാമമില്ല. ഈ ആകാശത്തിന്റെ കീഴില്, ഈ മനുഷ്യരുടെ ഇടയില് രക്ഷയ്ക്കായി, അനുഗ്രഹത്തിനായി, വിടുതലിനായി മറ്റൊരു നാമമില്ല. വിളിച്ചേ. ആ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം അനുഗ്രഹം, രക്ഷ പ്രാപിക്കും. വിളിച്ചേ. ഇനി എന്റെ ജീവിതം, ഇനി എന്റെ ജീവിതം എന്റെ യേശുവിനെ പറഞ്ഞേ. ഇനി എന്റെ ജീവിതം നിനക്കാണ്, എല്ലാവരും ചേർന്ന് ഇനിയുള്ള നാളുകൾ യൗവനമേ, നിനക്കാണ്. പാടി ആരാധിച്ച് സ്വർഗ്ഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി, മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നിങ്ങൾ പ്രഖ്യാപിക്കുക. ഇനി എന്റെ ജീവിതം എന്റെ യേശുവിന്. നാളുകൾ നിനക്കാണ്, ഇനി എന്റെ ജീവിതം നിനക്കാണ്, ഇനിയുള്ള നാളുകൾ നിനക്കാണ്. യേശുവേ പാടിയേ പാടിയേ. എന്നാഥനേ, ചേർന്ന് പാടിയേ. യേശുവേ വിളിച്ചേ വിളിച്ചേ. പോരാ പോരാ. എന്നാഥനേ, സ്വരമുയരട്ടെ സ്വരമുയരട്ടെ. എല്ലാവരും ചേർന്ന് യേശുവേ യേശു 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 വരണം.
പാപമോചക എന്നിൽ വന്നു നിറയണമേ. സൗഖ്യദായക പാപമോചക എന്നിൽ വന്നു നിറയണമേ. സൗഖ്യദായക പാപമോചക എന്നിൽ വന്നു നിറയണമേ. സൗഖ്യദായക പാപമോചക എന്നിൽ വന്നു നിറയണമേ. യേശുവേ ചേർന്ന് പാടാം. നാഥനേ യേശുവേ. എല്ലാവരും സ്വരമുയർത്തി യേശുവേ എന്ന് മാത്രം പാടിക്കൊണ്ടിരിക്കുക. ശരീരമാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്നുകൊണ്ട് ഒന്ന് കൈകൾ ഉയർത്തി അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് നോക്കിക്കൊണ്ട് മക്കളെ യേശുവേ നമുക്ക് ഈ പാടി ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായവൻ സെൻബോള് ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വിലയേറിയതാകയാൽ മറ്റുള്ളതെല്ലാം നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. ഉച്ഛിഷ്ടം പോലെ എല്ലാം മാറ്റിവെച്ചു ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞാനം അത് മാത്രമാണ് വിലയേറിയതായി കരുതിയത്. മക്കളെ, നമുക്കൊരു ക്രിസ്റ്റോഫനി അനുഭവം ഉണ്ടാകണം. 2007 ഏപ്രിൽ മാസം 13-ാം തീയതി ഷാർജയില് സെന്റ് മൈക്കിൾസ് ചർച്ച് ഒരു വലിയ ധ്യാനം നടക്കുന്ന സമയം, ആ ധ്യാനമൊക്കെ കഴിഞ്ഞ് ധ്യാനം നയിച്ച ചെറുപ്പക്കാരനായ ധ്യാനഗുരുവിന്റെ മുൻപിൽ 5 മിനിറ്റ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ദൈവത്തിന്റെ ദാസൻ ഒരു ചോദ്യം ചോദിച്ചു. നീ എന്തിനാണ് മരിക്കാൻ തീരുമാനിച്ചത്? മക്കളെ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി എൻ്റെ കണ്ണുകളിൽ നോക്കിയൊരു ചോദ്യം, നീ എന്തിനാണ് മരിക്കാൻ തീരുമാനിച്ചത്? ഒരു ചുവട് പുറകോട്ട് മാറി ആ മകന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ എൻ്റെ മുൻപിലേക്ക് തുറന്നു വെച്ചു. അന്ന് രാത്രി ഉറങ്ങുവാൻ സാധിച്ചില്ല. അന്ന് രാത്രി ഒരു മൽപ്പിടുത്തത്തിന്റെ രാത്രിയായിരുന്നു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, യേശുവല്ലാതെ ഒരു ദൈവമില്ലെന്ന്, യേശുവല്ലാതെ ഒരു സത്യമില്ലെന്ന്. മക്കളെ, പിന്നെ ആഹാരമെന്ന് പറയുക ഈ ബൈബിളായി. ഈ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നീടുള്ള 3 വർഷ കാലഘട്ടം ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ ഇഷ്ടം അങ്ങോട്ട് കൂടിക്കൂടി വന്നു. ആദ്യ ദിവസം നിങ്ങളൊരു സാക്ഷ്യം കേട്ടു, ഒരു കുഞ്ഞിനെ ദൈവം തൊട്ടത്. അതെന്റെ ഇളയ മകൻ. പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റ് പോലും എടുക്കാതെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചപ്പോ മെഡിക്കൽ സയൻസ് നോ പറഞ്ഞെടുത്ത് എന്റെ യേശു സൗഖ്യം തന്ന ദൈവമാണ്. ആ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, ആ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്തിനാ? യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയണം. പ്രിയപ്പെട്ട യൗവനമേ, നിങ്ങൾ വിളിച്ചു പറയണം, യേശുവല്ലാതൊരു ദൈവമില്ലെന്ന്. നമുക്കൊന്ന് സമർപ്പിക്കാം, നമ്മുടെ ജീവിത ദൈവത്തിന് വിട്ടുകൊടുക്കാം. യേശു മാത്രം മതി എനിക്കെന്ന് നമുക്ക് പാടാം. യേശു മാത്രം മതി നമുക്ക്. ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നാലും ഈ ലോകം തരാത്ത സന്തോഷം യേശുവിൽ നമുക്ക് ലഭിക്കും. മക്കളെ,
ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തില് ഒന്നെഴുന്നേറ്റ് നിൽക്കുമോ? മറ്റൊന്നിനും വേണ്ടിയല്ല, യേശുവിനെ നിങ്ങളുടെ നെഞ്ചിലേക്ക് നിങ്ങളൊന്ന് സ്വീകരിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ സമർപ്പണത്തിന്റെ ദിവസം. മറ്റൊന്നും നിങ്ങൾ ചോദിക്കരുത്. കർത്താവ് പറയുകയാ, നിന്റെ കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കണ്ട, പരിഗണിക്കണ്ട. ഒരു പുതിയ കാര്യം, യൗവനമേ പുതിയ കാര്യം. ഈ ക്രിസ്റ്റോഫനി 2020 നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തും. ഒന്ന് വിളിച്ച് യേശുവേ എന്ന്. എന്നിട്ട് പറയണം, എനിക്ക് നീ മാത്രം മതി. കൈകളിങ്ങനെ ചുരുട്ടിപ്പിടിക്കണം, എന്നിട്ട് കൈകളിങ്ങനെ ഉയർത്തണം. എന്തിനാണെന്നറിയാമോ? പിടിച്ചിരിക്കുന്നത് യേശുവിന്റെ ആണിപ്പഴുതേറ്റ കരങ്ങളിൽ. ഇത് വാക്കാണ്, ഇത് വാക്കാണ്. എനിക്ക് യേശു മാത്രം മതി, എനിക്ക് യേശു മാത്രം മതി. മക്കളെ പറ, മക്കളെ പറ, യേശു മാത്രം മതി. കൈകൾ മാറോട് ചേർത്ത് പിടിക്കുക, കൈകൾ മാറോട് ചേർത്ത് പിടിക്കുക. ഹൃദയമിടിപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അമർത്തി പിടിച്ചേ. ഈ ഹൃദയമിടിപ്പ് നമുക്ക് തന്നതാരാ? ഈ നെഞ്ചകത്തിലേക്ക് വിളിക്കും. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ യേശു, എന്റെ യേശു മാത്രം മതി എനിക്ക്. മക്കളെ പറ, ജീവിതം നിങ്ങൾ ക്രിസ്തുവിന് കൊടുക്കുക, യേശുവിന് കൊടുക്കുക, കർത്താവിന് വിട്ടുകൊടുക്കുക. എല്ലാവരും ചേർന്ന് ആരാധിച്ചേ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശുവേ, 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 നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. കണ്ണുകൾ അടയ്ക്കാം, കൈകൾ മാറോട് ചേർത്ത് പിടിക്കാം. നിങ്ങളിരിക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. എന്തുകൊണ്ടാണത് പരിശുദ്ധമാവുന്നത്? കാരണം പരിശുദ്ധൻ നിങ്ങളെ അറിയുന്നുണ്ട്. അല്ലയോ യൗവനമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, അല്ലയോ യുവതി, God knows each and everything about you. നിന്നെ ദൈവം കാണുകയാണ്. ഈ TV സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരിക. കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുക. ഒന്ന് ജീവിതത്തിന്റെ ബാക്കിലേക്ക് ഓടിപ്പോകും. എവിടെയെല്ലാം ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ലാതെ കരഞ്ഞപ്പോഴും, ആരുമില്ലാതെ തകർന്നപ്പോഴും, അനാഥത്വം വേട്ടയാടിയപ്പോഴും, ദൈവമേ, എന്നെ കൈപിടിച്ചത് നീയാ.
നെഞ്ചിലേറ്റിയത് നീയാ. Lord, give me a strength. ഓ ദൈവമേ, ഒന്ന് കൈകൾ മാറോട് ചേർത്ത്. കൂരിരുളായാലും താഴ്വരയായാലും കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. വലത് കൈ ഉയർത്തിക്കേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. നെഞ്ചിൽ നിന്ന് ദൈവമേ അങ്ങേ നമിച്ചിടുമേ. സന്തോഷത്തോടെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. ധീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുമേ. വലത് കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് ഈശോയുടെ മുഖത്തേക്ക് നോക്കി. ഇത് ദൈവത്തിന്റെ സമയമാണ്. തിരുഗീതം പോലെ എന്നെ നടത്തണം. മറ്റൊന്നും എനിക്ക് വേണ്ട. മുഴുവൻ നോക്കിയാൽ ഒറ്റയ്ക്ക്. ജോലി പോയി, വീട്ടിലാകെ പ്രശ്നങ്ങളായി, കോഴ്സ് നഷ്ടപ്പെട്ടു, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ, ഫീൽ വെരി ലോൺലി ആൻഡ് ബ്രോക്കൺ. മോനെ മോളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ദൈവത്തെ ഒന്ന് വിളിച്ചാലോ? അകത്തൂന്ന് ഒരൊറ്റ വിളിയൊന്ന് വിളിച്ച് യേശുവേ, യേശുവേ. once again, യേശുവേ. ഒന്നുകൂടെ ദൈവത്തെ വിളിക്കാം. യേശുവേ. നിങ്ങളൊരു വലിയ കുഴിയിലായിരിക്കാം. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ബ്രോക്കൺനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ടൈം ആയിരിക്കാം. Someone is cheated you. അങ്ങനെ ഒരു സ്റ്റേജ് ആകാം നിങ്ങൾ ഫേസ് ചെയ്യുക. ഒരു പെൺകുട്ടി നിങ്ങളുടെ വിവാഹം ഓൾമോസ്റ്റ് സെറ്റിലായി, പെട്ടെന്ന് എന്തോ ഒരു കാരണത്തിന് ഒരു ഗുഡ് ബൈ പറഞ്ഞു. നിങ്ങൾ ബ്രോക്കൺ ആയിരിക്കാം. ഒരു ഡിവോഴ്സുമായി കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. നിന്റെ ജീവിത പങ്കാളി ദൂരെ ഒരു രാജ്യത്ത്, അങ്ങ് ദൂരെ, നീ ഒറ്റയ്ക്ക് ഇവിടെ. ദൈവം നിന്നെ കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ നാളിൽ ഒരു ആക്സിഡന്റിൽ സ്വന്തം സഹോദരന്റെ മരണം കണ്ട ഒരു പെൺകുട്ടി ഡിപ്രഷനിലൂടെ കടന്നു പോകുകയാണ്. God is touching you. ശരീരത്ത് പൊള്ളലേറ്റ് മുഖവും വയറുമൊക്കെ ഇങ്ങനെയോ പൊള്ളലേറ്റ ഒരു പൈതല് വിഷമിച്ച് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. മുഖത്തെ പാടാകാം, എന്ത് ചെയ്യുമെന്ന് ഓർക്കുന്ന സമയമാകാം. God is touching you. ഭയങ്കര ഹെയർ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി
ക്രൗഡിൽ ഇറങ്ങുവാൻ വിഷമിച്ച് ഏതോ ടൈപ്പ് സർജറിയോ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് എല്ലാത്തിനോടും ഫ്രസ്ട്രേറ്റഡ് ആയി കടന്നു പോകുന്ന ഒരു പെൺകുട്ടി ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പപ്പ വരാന്ന് പറഞ്ഞു പോയി. തിരികെ വന്നത് ആംബുലൻസ്. ഇമ്മീഡിയറ്റ് ആയ പപ്പയുടെ മരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പപ്പയുടെ മുഖം ചില സ്വപ്നങ്ങളിൽ ചില സമയങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. God is touching you. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നീതു, എന്തിനാണ് വിഷമിക്കുക? എന്തിനോടാണ് ഒരു മുറിപ്പെടുത്തൽ, മുറിവ്? യേശു കണ്ടുകൊണ്ടിരിക്കുകയാണ്. What a beautiful name. ഇരുകരങ്ങളും മാറോട് ചേർക്കുക. ദൈവത്തെ വർഷിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ചോദിക്കണം, എനിക്ക് മോർ ലവ് തരണം അപ്പാ. ആരുമില്ല. Give me a hug. Give me a touch. Give me a presence, Lord. Lord, touch me. Lord, touch me. എന്നെ ഒന്ന് തൊട്. മോനെ, മോളെ, കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് ഈ വാക്കുകളൊന്ന് കേട്ടെ. തല അല്പം ഒന്ന് ഉയർത്താം. യേശുവേ, more power, my God, more of you in my life. ദൈവമേ, More love, more power, more of you in my life. ഇരുകരങ്ങളും വിരിച്ചു പിടിക്കാൻ നമുക്ക്. More love, Come on everyone, more power, let's sing together. more of you in my life. വലതുകരം ഉയർത്തിക്കേ. I will worship you with all of my heart. Let me worship you, Lord. I will worship you with all of my mind. Let me surrender myself, I Lord. will worship you, Lord with all of my Jesus. strength. എന്റെ ദൈവമേ, You are my God. എന്റെ യേശുവേ, Yes, you are my God. More love, oh Lord, more power, oh power. more of you in my life. I will worship you, Lord. I will worship you with all of my mind. I will worship Lord, give you with all of my Give me a son. heart. Give me I a will power. worship you with all of my strength. You are my God. You are my God. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Just worship him, ഒന്ന് ആരാധിക്കാം. Hallelujah, Jesus. Lord, we thank you, Lord. Praise you, Lord, we praise you, Lord. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ worship ചെയ്യുന്നു. അങ്ങ് നല്ല ദൈവമാണ്. You are the most beautiful God in my life. Lord, give me your strength. ദൈവമേ, എന്നെ ഒന്ന് തൊടണമേ. Lord, touch me.
Lord, give me strength, Lord. I love you, Lord. I love you, Lord. I love you, Jesus. I love you, Jesus. I love you, Jesus. Loving Heavenly Father, what a beautiful God you are. What an amazing God you are, Jesus Christ. I'm just surrendering myself completely before you. Let's breathe together. Let us worship Him together. With one accord, let's surrender ourselves completely before God. Master God, we are nothing. We are the dust and ashes in this world. But we knew that there is no other name like you. There is none other than you, Master. നിന്നെപ്പോലൊരു ദൈവം എവിടെയാ ഉള്ളത്? ഞാൻ ഒറ്റയ്ക്കായിരുന്നു, കൈപിടിച്ചു. ഞാൻ വീണു, നീ എഴുന്നേൽപ്പിച്ചു. ഞാൻ തകർന്നു, നിന്റെ തോളോട് ചേർത്ത് പിടിച്ചു. രാത്രിയിൽ ഞാൻ ഉറങ്ങാതിരുന്നു, അന്ന് നീ കൂടെ നിന്നു. നീ എത്ര നല്ലവൻ. നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വോർഷിപ്പ് ചെയ്യുന്നു. സകല മാലാഖമാരും സകല വിശുദ്ധരും ഈ നിമിഷം കടന്നു വരട്ടെ. Lord, give me your anointing. നിന്റെ ഒരു അഭിഷേകം അത് മാത്രം എന്നെ നടത്തട്ടെ. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം നിനക്കായി വെച്ചു തന്നുകൊണ്ട്. Hail Mary, full of grace, the Lord is with thee. Blessed are you amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and the hour of death. Amen. Say amen. നല്ലൊരു ആമേൻ പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തയ്യാറാക്കാം. സന്തോഷമാണോ? Are you really okay? ശരിക്കും പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തോ? നല്ലൊരു ഹോളിഡേ, ബ്യൂട്ടിഫുൾ ടൈം, എന്റർടൈൻമെന്റ് ഒരു ടൈമില് ഇതാ വരികയാണ് ക്രിസ്റ്റോഫനി. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. The third day of Christophany, the non-physical manifestation of Christ. യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമല്ലാത്ത സ്പർശനം, ഇടപെടൽ, എൻകൗണ്ടർ, ആ മീറ്റിംഗിന്റെ ടൈമാണ്. You will never be the same. ലൈഫ് ദൈവം മാറ്റുവാൻ പോകുന്ന ഒരു സമയമാണിത്. ബൈബിൾ എടുക്കാം, ബുക്ക് എടുക്കാം, ഒരു പേന എടുക്കാം, കേൾക്കുന്നതെല്ലാം ഒന്ന് എഴുതി വെക്കാം. എന്താണ് ദൈവം എന്നോട് സംസാരിക്കുക? What is going to talk to me? ദൈവം എന്താകാം എന്നോട് സംസാരിക്കുക? ഒരു വാക്യം ഇങ്ങനെ പറയാം. പരിശുദ്ധാത്മാവേ, the spirit of holiness എന്നെ ഒന്ന് തൊടണം. എൻ്റെ മൈൻഡ്, ഒരു മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു 2 Corinthians 4:4 ഇനി ഒന്ന് ക്ലെൻസ് ചെയ്യണമെന്ന് പറയണം. ആ വലിയ ബോധത്തോടു കൂടി നമുക്ക് നമ്മുടെ സീറ്റുകളിൽ ഇരിക്കാം. ടെലിവിഷൻ സ്ക്രീനിലേക്കൊന്ന് നോക്കാം. യൗവനങ്ങളുടെ ആഘോഷമായ ക്രിസ്റ്റോഫനി 30 ഷെക്കീന ടെലിവിഷന്റെ 1ാം വാർഷികവും ക്രൈസ്റ്റ് കൾച്ചർ യൂത്ത് മിഷന്റെ, ക്രൈസ്റ്റ് കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ
ഒരു ഡീപ്പർ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ട്രാവലിംഗിന്റെയും ടൈമിൽ ക്രിസ്റ്റോഫനി എന്ന ഫ്ലൈറ്റ് തേടി ലാൻഡ് ചെയ്യുകയാണ്. അതെവിടെയോ ലാൻഡ് ചെയ്യുകയാണ്. അത് നിന്റെ ഹൃദയത്തിലാണെങ്കിൽ നീ രക്ഷ പ്രാപിച്ചു. കേൾക്കുവാൻ ഇമ്പമുള്ള കേൾവിക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ this will not make any kind of difference in your life. If you need any kind of change or any kind of transformation in your life, you're supposed to have a kind of surrender in your life. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം. അമേസിംഗ് ഡേ. ദൈവം നമ്മളെ തൊടുകയാണ്. പ്രിയ യൗവനമേ, ക്രിസ്റ്റോഫനിയുടെ തേടി ഇന്ന് നമ്മൾ കടന്നു പോവുക. ദ ബ്ലെസ്സിങ്സ് ഓഫ് ക്രിസ്റ്റോഫനിയാണ്, അല്ലെങ്കിൽ ദ ഇംപാക്ട്സ് ഓഫ് ക്രിസ്റ്റോഫനി. ദൈവത്തിന്റെ അതിശക്തമായ, യേശുവിന്റെ വളരെ വ്യക്തമായ ഒരു കൂട്ടിമുട്ടൽ, എൻകൗണ്ടർ. ദമാസ്കസിന്റെ തെരുവീതികളിൽ കടന്നു വന്ന സെന്റ് പോളിൽ അത്ഭുതകരമായ മാറ്റം വന്നതുപോലെ ലൈഫ് മാറി മറിയുന്ന ഒരു സമയം. നമ്മൾ ഫസ്റ്റ് ഡേ കേട്ടു, what do you mean by ക്രിസ്റ്റോഫനി? നമുക്ക് മനസ്സിലായി the non-physical manifestation of Christ. പിന്നീട് ക്രിസ്റ്റോളജിയിൽ ക്രിസ്റ്റോഫനി നൽകുന്ന വൻ ഇടപെടലുകൾ, ക്രിസ്തു വിചാരങ്ങളും ക്രിസ്തു സംസാരങ്ങളും ക്രിസ്തു ചിന്തകളും ക്രിസ്തു ഇടപെടലുകളും ക്രിസ്തു അനുഭവങ്ങളുമായി കടന്നു പോകുമ്പോൾ, ക്രൈസ്റ്റ് ഒരു സെന്റർ പോയിന്റ് ആയി മാറുമ്പോൾ, ആയിരക്കണക്കിന് സൂര്യനേക്കാൾ ശോഭയേറിയ ലോകത്തെ കീഴ്മേൽ മറിച്ച ചരിത്രത്തിലെ കഥകളിൽ വിപ്ലവങ്ങളിൽ വിപ്ലവമായി മാറിയ യൗവനങ്ങളുടെ രാജകുമാരനായ യേശു ക്രിസ്തു എന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് തൊടുന്നൊരു സമയമായി മാറണം. ദ ബ്ലെസ്സിങ്സ് ഓഫ് ക്രിസ്റ്റോഫനി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട യൗവനമേ, ലൈഫിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇതുപോലൊരു സ്റ്റേജിൽ, ഇതുപോലെ യൗവനങ്ങളുടെ നടുവിൽ, ഇതുപോലെ ട്രാവൽ ചെയ്ത് ക്രൈസ്റ്റ് എന്നൊരു സ്വപ്നവുമായി കടന്നു പോകുമെന്ന്. പഠിപ്പിച്ചിരുന്നത് എക്കണോമിക്സ്, നടന്നത് പല സ്ഥലങ്ങളിൽ. കരിയർ സ്വപ്നവും ജീവിതത്തിൽ വിജയവും സ്വപ്നം കണ്ടുകൊണ്ട് കടന്നു പോയപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരു ഫോർമുല ഉണ്ട്. 2 parallel lines never intersect each other. പക്ഷെ ഒരു ഇന്റർസെക്ഷൻ ഉണ്ടായി. ഞാനാകുന്ന ഒരു പാരലൽ ലൈനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴുകനെ പോലെ ചിറകടിച്ച് ഇറങ്ങി. ഒരു കൂട്ടിമുട്ടൽ, ഒരു ഡിവൈൻ എക്സ്പീരിയൻസ്, ബ്യൂട്ടിഫുൾ വിഷൻസ്, പ്രൊഫറ്റിക് എൻകൗണ്ടർ. ഇതെല്ലാം ലൈഫിനെ മാറ്റിമറിച്ചു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് സബ്ജക്റ്റ് മാറി. സാമ്പത്തിക ശാസ്ത്രത്തിന് പകരം ബൈബിളായി മാറി. ഡാസ് ക്യാപിറ്റലും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും ലൈഫിൽ നിന്ന് ഒഴുകി മാറി. പിന്നീട് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം മാറ്റിവെക്കുന്നു, മറക്കുന്നു. ക്രൈസ്റ്റ് ഇസ് ദ ഓൺലി വൺ ഫാക്ടർ. ക്രിസ്റ്റോഫനിയുടെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ലൈഫിൽ ലഭിച്ച ഒരു വലിയ ബ്ലെസ്സിംഗ്. പഞ്ചസാര എന്തെന്ന് ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ടേസ്റ്റ് ആൻഡ് സീ ഹൗ ദ ലോർഡ് ഈസ് ഗ്രേറ്റ്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. ക്രിസ്റ്റോഫനി നിങ്ങളുടെ ലൈഫ് മാറ്റും.
ദൈവത്തിന്റെ പ്രിയപ്പെട്ട യൗവനമേ, ഇന്നൊരു അമേസിംഗ് ചെയ്യാണ്. ബൈബിളിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ട ക്രിസ്റ്റോഫനികളിൽ ക്രിസ്തു ഇൻകാർണേഷൻ അപ്പുറവും ഇപ്പുറവും ഇടപെട്ട ദൈവ സാന്നിധ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്രിസ്റ്റോഫനി ആയിരുന്നു ജോഷുവയുടെ ലൈഫിൽ. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 5 അതിന്റെ 13-ാം വാക്യം തൊട്ട് ഇങ്ങനെയാണ് വായിക്കാൻ പറ്റുക. മോശയുടെ മരണത്തിന് ശേഷം ജോഷുവ ലീഡറാകുന്നു. ലൈഫിലെ ഏറ്റവും വലിയ ബാറ്റിൽ, ജെറിക്കോ കീഴടക്കുവാനുള്ള പ്രിപ്പറേഷൻ. He was literally worried, confused, tensed. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന സമയം ജെറിക്കോയെ സമീപിച്ചപ്പോൾ, ദൂരെ നിന്ന് കീഴടക്കേണ്ട ജെറിക്കോ അതിനെ സമീപിച്ചപ്പോൾ, ശ്രദ്ധിച്ചോണം, ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. പോയിന്റ് നമ്പർ 1, ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. ആമേൻ. മനുഷ്യപുത്രൻ. ജോഷുവ അവന്റെ അടുത്ത് ചെന്നു. നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്ത്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ തന്നെ ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. ഒന്ന്, ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. 2, ഒരു മനുഷ്യൻ ഊരിയ വാളുമായി മുമ്പിൽ. 3, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. വീണ്ടും കാണാൻ പറ്റും, ജോഷുവയോട് സൈന്യാധിപൻ പറയുന്നുണ്ട്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റണം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ ചെരുപ്പഴിച്ചു മാറ്റി വർഷിപ്പ് ചെയ്തു. നോർമൽ ഒരു മനുഷ്യനെ വർഷിപ്പ് ചെയ്യുവാൻ ഒരു ദൈവത്തിന്റെ മകന് സാധ്യമല്ല. വെളിപാട് 22 8-9 വാക്യങ്ങൾ. യോഹന്നാൻ ശ്ലീഹ ദർശനങ്ങളുടെ ആധിക്യം, ദൂതൻ അടുത്ത്. യോഹന്നാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഞാൻ കാൽക്കൽ വീണു. അപ്പോൾ ദൂതൻ അവനോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്നെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. ശ്രദ്ധിച്ചുകൊള്ളുക, ദൈവത്തെ ആരാധിക്കുക. ജോഷുവ സാഷ്ടാംഗം വീണ് ആരാധിച്ചപ്പോൾ അതൊരു സാധാ ദൂതനായിരിക്കുകയില്ല. ദൂതനാണെങ്കിൽ ദൂതൻ ആരാധന വിഷയമല്ല. അതുകൊണ്ട് തന്നെ ജോഷുവ വീണത് ഒരു സൈന്യാധിപന്റെ മുമ്പിലാണ്. സർവശക്തനായ ദൈവത്തിന്റെ സൈന്യാധിപൻ, സെക്കൻഡ് പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റി, ജീസസ് ക്രൈസ്റ്റ്. ക്ലിയർ കട്ട് ക്രിസ്റ്റോഫനിയാണ്. ക്ലിയർ കട്ട് ക്രിസ്റ്റോഫനി.
ക്രൈസ്റ്റിന്റെ എൻകൗണ്ടർ. ക്രിസ്തു ജനിക്കുന്നതിന്, ഇൻകാർണേഷൻ കടന്നു വരുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൂട്ടിമുട്ടൽ. What a beautiful God. ജോഷുവയോട് ദൈവം പറയുന്നുണ്ട്, സൈന്യാധിപൻ പറയുന്നുണ്ട്, ചെരുപ്പ് അഴിച്ചു മാറ്റുക, ഒന്ന് പുറകിലേക്ക് പോകുക. പുറപ്പാട് 3. 80-ാം വയസ്സിൽ നടന്ന് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോസസ് മലയുടെ മറുവശത്തേക്ക് എത്തിയപ്പോൾ മുൾപ്പടർപ്പിൽ തീ. മുൾപ്പടർപ്പിന്റെ അകത്തുനിന്ന് ദൈവം അവനെ വിളിച്ചു. മുൾപ്പടർപ്പ് ചാമ്പലാകുന്നില്ല. ദൈവം അവനോട് സംസാരിക്കുകയാണ്. 3-ാം അധ്യായം 5-ാം വാക്യം. മോശയോട് ദൈവം പറഞ്ഞു, അടുത്തു വരരുത്. ശ്രദ്ധിച്ചു കേൾക്കുക, അടുത്തു വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ഈ 3-ാം അധ്യായത്തിൽ തന്നെയാണ് മോശയോട് ദൈവം പറയുക, I am who I am. യോഹന്നാൻ ശ്ലീഹായിൽ തന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ യേശു ക്രിസ്തു അരുളി ചെയ്ത വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. യഹൂദരോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. I am who I am എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്ന് വച്ചാൽ മോശയുടെ മുന്നിൽ വന്നത് യേശു ക്രിസ്തുവാണ്, റിയൽ ക്രിസ്റ്റോഫനി. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ക്രിസ്റ്റോഫനി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ശ്രദ്ധിച്ചുകൊള്ളുക, ഒരു ഹോളി ഗ്രൗണ്ടാ. ഒരു നിലത്ത് ഒരു വിശുദ്ധകരമായ സാധ്യതയിൽ നിന്നെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നീട് ജോഷുവയുടെ ജീവിതത്തിൽ ജെറിക്കോയെ ജോഷുവ യുദ്ധം ചെയ്യാതെ യുദ്ധം ചെയ്ത് യേശുവിനാൽ കീഴടക്കി. പ്രിയപ്പെട്ട യൗവനമേ, ലൈഫിൽ ചില യുദ്ധങ്ങൾ കീഴടക്കണമെങ്കിൽ അഡ്മിഷൻ, മെഡിക്കൽ കോളേജ്, ക്യാൻസർ, നിന്റെ ദൈവഹിതമുള്ള ജീവിത പങ്കാളി, ജീവിതത്തിൽ നല്ലൊരു ജോലി, സ്പിരിച്വലി അനോയിന്റഡ് ആയ സർവീസുകൾ കീഴടക്കണമെങ്കിൽ ഓർത്തുകൊള്ളുക, we need a holy ground. ക്രിസ്റ്റോഫനിയുടെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ബ്ലെസ്സിംഗ് എന്ന് പറയുക, നിന്നെ ദൈവം ഒരു ഹോളി ഗ്രൗണ്ടിലേക്ക് എത്തിക്കും. അമേസിംഗ്. പിന്നീട് അവിടെ നടക്കുന്ന യുദ്ധത്തിൽ ഒരിക്കലും നിന്റെ ദൈവം നിനക്കായി തോക്കുകയില്ല. വിക്ടറി, ബാറ്റിൽ belongs to Jesus Christ. ക്രിസ്തുവിന് വിജയം കൊടുക്കുന്ന ഒരു യുദ്ധം നിന്റെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ ഹോളി ഗ്രൗണ്ട്. ക്രിസ്റ്റോഫനിയുടെ സ്പെഷ്യാലിറ്റിയാണ് ഹോളി ഗ്രൗണ്ട്. മോശയ്ക്ക് 80 വയസ്സ്, പിന്നീട് 40 വർഷത്തേക്ക് 120 വയസ്സ് വരെ തന്റെ ജനത്തെ നയിച്ചു. അതിന് കാരണം ഒരു ക്രിസ്റ്റോഫനി, ഒരു ക്രൈസ്റ്റിന്റെ എൻകൗണ്ടർ അവരുടെ ലൈഫിൽ വന്നതോടുകൂടിയാണ് മുൾപ്പടർപ്പിലെ ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്. പിന്നീട് ജോഷുവയുടെ ജീവിതത്തിലും ജോഷുവ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്ന സമയം ഈ സൈന്യാധിപനായ ക്രൈസ്റ്റിന്റെ എൻകൗണ്ടറാണ് പിന്നീട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയത്. ജോഷുവയുടെ പുസ്തകം അവസാനിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾ സേവിച്ചു കൊള്ളുക, ഞാനും എൻ്റെ കുടുംബവും. ജോഷുവ വിവാഹം കഴിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷെ ജോഷുവ പറഞ്ഞു, me and my household will serve the Lord. ഒരു ക്രിസ്റ്റോഫനി ജോഷുവയുടെ ലൈഫ് മാറ്റിമറിച്ചു. യെശയ്യാ 8-ാം അധ്യായം
വളരെ വ്യക്തമായി ജീവിതത്തിൽ കടന്നു പോകുന്ന സാധ്യതകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് കാരണം 6-ാം അധ്യായത്തില് ഈ യെശയ്യാ യേശു ക്രിസ്തുവിനെ ദേവാലയം നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രാഞ്ചലവുമായി ഉസിയ രാജാവ് മരിച്ച വർഷം ക്രിസ്തുവിനെ കൂട്ടിമുട്ടി. ദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ക്രിസ്റ്റോഫനി പിന്നീട് യെശയ്യാ പുറകോട്ട് പോയില്ല. പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അമേസിംഗ് യെശയ്യായുടെ ജീവിതം. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അന്ധകാരത്തിൽ നടന്ന ജനം ഒരു പ്രകാശം കണ്ടു. 9-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, നമ്മൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമ്മൾക്കായി ഒരു പുത്രൻ വന്നിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. He is a Prince of Peace, Mighty God, Wonderful Counselor. എന്ത് രസകരമായിട്ടാണ് യെശയ്യായുടെ ജീവിതം മാറി മറിഞ്ഞത്. ഐസിയ 53 വരുമ്പോൾ അദ്ദേഹം ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചു. ബൈബിളിൽ ജനിക്കും മുമ്പേ യേശുവിന്റെ ആത്മകഥ, ഒരു മനുഷ്യന്റെ ഓട്ടോബയോഗ്രഫി അവന്റെ മരണത്തിന് ശേഷമേ എഴുതുവാൻ പറ്റുകയുള്ളൂ. ജനിക്കും മുമ്പ് ഓട്ടോബയോഗ്രഫി എഴുതിയ ബൈബിളിലെ ഒരു പുസ്തകമാണ്, യേശുവിന്റെ ആത്മകഥ എഴുതിയ പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ. പിന്നീട് സെന്റ് പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 9, 22, 26 ക്രിസ്റ്റോഫനി ജീവിതം മാറ്റിമറിച്ചു. അഗ്രീപ്പ രാജാവിന്റെ മുമ്പിൽ, ഗലേഷ്യൻസിന്റെ നടുവിൽ, എഫെസസിൽ ദൈവത്തിന്റെ വചനത്താൽ സുവിശേഷം എത്തിക്കുവാൻ കാരണമായി. അവസാനം യുദ്ധം ചെയ്ത് ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ഓർക്കുക, ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും വിശ്വാസ ജീവിതത്തിൽ അൾട്ടിമേറ്റ് സക്സസ്, വിക്ടറി ലഭിക്കുമെന്ന് ഉറപ്പില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ക്രിസ്റ്റോഫനിയുടെ ബൈ പ്രോഡക്റ്റായി നമ്മുടെ ലൈഫിൽ നടക്കുക? ദൈവത്തെ ഞാൻ കൂട്ടിമുട്ടിയാൽ how can I change myself? What kind of transformation I will get it? ഏത് തരത്തിലാണ് ഞാൻ മാറി മറിയുക? ക്രിസ്റ്റോഫനിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും നമ്മൾക്ക് കേൾക്കാം, ഒന്നും നമുക്ക് കാണാം. ജോഷുവയോട് തന്റെ പുസ്തകത്തിന് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശക്തനാകുക, ധീരനായിരിക്കുക. കാരണം ജോഷുവ ചിമിഡായിരുന്നു, ശക്തനായിരുന്നില്ല. ക്രിസ്റ്റോഫനി വന്നതോടുകൂടി ആള് മാറി മറിഞ്ഞു. മോശ പറഞ്ഞു, എനിക്ക് സ്റ്റാമറിങ്, വാക്കുകളിൽ തടസ്സമാ. എന്റെ സഹോദരനെ വിട്ടാലും 80 വയസ്സുള്ള മോസസ്, 83 വയസ്സുള്ള ആരൺ, 3 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള അഹറോനെ ദൈവം കൂടെ നിർത്തി. പക്ഷെ സ്റ്റാമറിങ് ഉള്ള മോശയെ ലീഡറായി തന്നെ നിർത്തി. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും, ദൈവം വലിയവനല്ലേ? മോശയ്ക്ക് വിക്കാണെന്ന് പറഞ്ഞില്ലേ? സംസാരത്തിൽ തടസ്സമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ദൈവത്തിന് വേണമെങ്കിൽ മോശയുടെ നാവിൽ തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ട് പിന്നീട് കൊണ്ടുപോകാമായിരുന്നല്ലോ? ചെയ്തില്ല. അപ്പോൾ സെന്റ് പോൾ ആൻസർ തരും, എനിക്കും വയ്യ, എനിക്കും എൻ്റെ ഉദരത്തിന് രോഗമാ, മേ ബി എ ക്യാൻസർ. തിയോളജിയൻസ് ചിലപ്പോൾ പറയുക സുഖപ്പെടാനാവാത്തൊരു രോഗമായിരുന്നു. സെന്റ് പോൾ പറഞ്ഞു, എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുക. യെശയ്യാ പറഞ്ഞു, എനിക്ക് ദുരിതം, എനിക്ക് യോഗ്യതയില്ല, ഞാൻ അശുദ്ധമായ ഉദരങ്ങളുള്ളവൻ, അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവൻ. ഇമ്മീഡിയറ്റ് ഒരു കൊടിൽ അഗ്നി അത് നാവിലെത്തുന്നു. എന്നിട്ട് ഇങ്ങനൊരു വാക്യം, നിന്റെ മാലിന്യം ദൈവം തുടച്ചു നീക്കി, നിന്നെ ദൈവം
വിശുദ്ധീകരിച്ചിരിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്റ്റോഫനിയുടെ ബ്ലെസ്സിങ് എന്താകാം? ഹോളി ഗ്രൗണ്ട്. രണ്ടാമത്തേത് സാങ്ക്ടിഫിക്കേഷനാണ്, വിശുദ്ധീകരണമാണ്. എങ്ങനെയാണ് ക്രിസ്റ്റോഫനി നമ്മുടെ ലൈഫിൽ ഒരു അനുഗ്രഹമാവുക? കാണുവാൻ പോവുകയാണ്. ശ്രദ്ധിച്ചുകൊള്ളുക. ചുരുങ്ങിയ സമയം, ഈ സമയത്തിനുള്ളിൽ വൻ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ബൈബിളിൽ ദൈവവചനത്തിൽ ക്രിസ്തു പറയുകയാണ്, ഞാൻ പോകുകയാണ്. അത് നല്ലതാ, കാരണം എൻ്റെ സഹായകൻ കടന്നു വരും. കൊടിലിൽ അഗ്നി നിന്റെ നാവിൽ എത്തും. ശ്രദ്ധിച്ചുകൊള്ളുക. നാവിൽ അഗ്നി. അഗ്നി പരിശുദ്ധാത്മാവിന്റെ പ്രതീകം, പിക്ചർ, റെപ്രസെന്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. രണ്ട് ഘടകങ്ങളുടെ കോമ്പിനേഷൻസ് ആണ് ക്രിസ്റ്റോഫനി, ക്രിസ്തുവിന്റെ ഇടപെടൽ. ഒന്ന് ക്രിസ്റ്റോഫനി, രണ്ട് ന്യൂമാറ്റോളജി. കേൾക്കുമ്പോൾ വലിയൊരു വാക്യമായിരിക്കാം. ന്യൂമ, ഗ്രീക്കിൽ അതിന്റെ അർത്ഥം ബ്രത്ത്, സ്പിരിറ്റ്, ആത്മാവ്, കാറ്റ് എന്നൊക്കെയാണ്. ന്യൂമാറ്റോളജി മീൻസ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനശാഖ, പഠനം. അതുതന്നെയാണ് ഗ്രീക്കിൽ വരുമ്പോൾ റൂഹ കാദോഷ്, ഋഗുദശ തമ്പുരാൻ എന്നൊക്കെ നമ്മൾ പറയും. റൂഹ എന്ന് വെച്ചാൽ വിൻഡ്, കാറ്റ്, സ്പിരിറ്റ്. ഹീബ്രുവിൽ റൂഹ, ഗ്രീക്കിൽ ന്യൂമ, ന്യൂമാറ്റോളജി. ശ്രദ്ധിച്ചു കേൾക്കുക. പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. പലപ്പോഴും ആത്മാവി ഇടപെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പത്രോസ് പെന്തിക്കോസ്റ്റൽ ഡേയിൽ എഴുന്നേറ്റ് നിന്നു. കൂടെ 11 പേര് ഘോരം ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ സമയം പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ് കണ്ട ജനം ഹൃദയം നുറുങ്ങി അവരോട് ചോദിച്ചു. 3:37 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പസ്തോല പ്രവൃത്തികൾ. ഹൃദയം നുറുങ്ങി അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ സമയം പത്രോസിന്റെ വാക്യം ഇതായിരുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും. You will baptize with the power of the Holy Spirit. മക്കളെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ലൈഫിലും വെറുതെ കടന്നു വരാനാവില്ല. പരിശുദ്ധാത്മാവ് ഒരു സാൻഡ്വിച്ചിൽ അകത്ത് വെച്ചിരിക്കുന്ന ജാമ് പോലെ. മുമ്പിൽ ക്രിസ്തു, അവസാനം ക്രിസ്തു, ആൽഫയും ക്രിസ്തു, ഒമേഗയും ക്രിസ്തു, നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇതിനെ ബ്ലെൻഡ് ചെയ്യുക, കൂട്ടിമുട്ടിക്കുക. പരിശുദ്ധാത്മാവ് കടന്നു വരാതെ ലൈഫിൽ മാറ്റമുണ്ടാവില്ല. ശ്രദ്ധിക്കുക. 2 തരത്തിലാണ് ഈ ക്രിസ്റ്റോഫനി ഒരു വ്യക്തിയുടെ ലൈഫിൽ ബ്ലെസ്സിങ് പ്രൊവൈഡ് ചെയ്യുക. യേശു ക്രിസ്തു മരിച്ച് ഉദ്ധാനം ചെയ്തു. ശിഷ്യന്മാർ കഥകടച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം വരെ എത്തുമ്പോൾ, ആഴ്ചയുടെ ആദ്യ ദിവസം വൈകുന്നേരമായപ്പോൾ അവർ കഥകടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ വന്നു. ശരീരത്തിൽ രക്തമില്ല, ഗ്ലോറിഫൈഡ് ബോഡി, ഉദ്ധാനം ചെയ്ത ശരീരം, മിഡിൽ ഓഫ് ദ ഡിസൈപ്പിൾസ്.
കയ്യിലെ മുറിവുകൾ കാണിച്ചു, ബ്ലഡ് ഒഴുകുന്നില്ല. അവർ വിസ്മയശബ്ദരായി. 22-ാം വാക്യം, യേശു അവരുടെ മേൽ നിശ്വസിച്ചു, എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഊതി, ബ്രത്ത്, ആദത്തിന്റെ മേൽ ഊതിയതുപോലെ, ലൈഫ് വന്നതുപോലെ. മക്കളെ, ക്രിസ്റ്റോഫനി ലൈഫ് തരും. ഞാൻ വന്നിരിക്കുന്നത് ലൈഫ്, ജീവനുണ്ടാകാൻ. നോ, നോട്ട് ഇനഫ്. സമൃദ്ധമായ ജീവൻ, ലൈഫ് ഇൻ അബാൻഡൻസ്. ഞാൻ വന്നിരിക്കുന്നത് രക്തം പാപമോചനമാകുന്ന നിത്യമാകുന്ന ജീവനിലേക്കുള്ള യാത്രയും, at the same time the power of the Holy Spirit, breath, എന്നേക്കുമായി ലൈഫ് ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിനെ നൽകുവാൻ. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ക്രിസ്റ്റോഫനി ഇല്ലാതെ ലൈഫിൽ പരിശുദ്ധാത്മാവിന് കടന്നു വരാനാവില്ല. ഇലക്ട്രിസിറ്റിയിൽ പിടിക്കുമ്പോൾ കിട്ടുന്ന ഷോക്ക് പോലെ, മോഷൻ തിയറി പോലെ, ന്യൂട്ടന്റെ തേർഡ് ലോ പോലെ, for every action, for every Christophany, for every Christophanies in my life, I will have equal and opposite the power of the Holy Spirit in my life. എൻ്റെ ഉള്ളിൽ ഈക്വൽ, ഓപ്പോസിറ്റ്, സൂപ്പർ ക്വാളിറ്റി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകും. Do you need the power of the Holy Spirit? The power of the holiness? വേണമെങ്കിൽ വിശ്വസിക്കുക. You need to meet Christ. You need to meet Christ. വഴിയരികിലുണ്ട്. ദമാസ്കസിന്റെ ടൗണിലായിരുന്നില്ല. എന്തുകൊണ്ട് വഴിയരികിൽ കാത്തു നിന്നു യേശുക്രിസ്തു? എന്തുകൊണ്ട് ജെറിക്കോയ്ക്കപ്പുറം അതിന് സമീപ പ്രദേശത്ത് ഈ ജോഷു ഒറ്റയ്ക്കാകാൻ അവൻ കാത്തിരുന്നു? എന്തുകൊണ്ട് കുതിരപ്പുറത്തുനിന്ന് വീണപ്പോൾ അവൻ ദൈവത്തെ കൂട്ടിമുട്ടി? വീഴ്ചയാണ്, ഒറ്റപ്പെടലാണ്, ആരുമില്ലാത്തപ്പോഴാണ്. മറുവശത്ത് രാജാവായിരുന്ന ഫറവോയുടെ കൊട്ടാരത്തിൽ ഇരുന്നവൻ ആട്ടിടയനായപ്പോഴാണ് ദൈവം അവനെ കൂട്ടിമുട്ടുന്നത്. നിന്റെ ഒറ്റപ്പെടലിൽ, ആരുമില്ലാഴികയിൽ, വേദനയിൽ ദൈവത്തിന് ദൈവമല്ല, ദൈവമായ യേശുക്രിസ്തുവിന് നിന്നെ കൂട്ടിമുട്ടാൻ പറ്റും. ക്രിസ്റ്റോഫനി, that is leading to റൂഹ കദോസ്, പരിശുദ്ധാത്മാവാകുന്ന പാരക്ലേറ്റ്, സഹായകൻ, അഡ്വക്കേറ്റ്, അതിലേക്ക് ലീഡ് ചെയ്യും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനങ് പ്രീസ്റ്റ്, ഒരു ചെറിയ അച്ഛനായതിനു ശേഷം അധികകാലമാകാത്ത ഒരു പുരോഹിതനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കൂട്ടിമുട്ടി. വലിയ ധ്യാനം. അന്നത്തെ ടോക്ക് ഇതാണ്: ക്രൈസ്റ്റ് is the only one solution ever in the history. അങ്ങ് ദൂരെ ഏതോ ഒരു തൂണിന് പിറകിലിരിക്കുന്ന ആ പ്രീസ്റ്റ് മുഖത്തേക്ക് നോക്കി ക്യൂരിയോസിറ്റിയോടെ നോക്കി നിന്നു. പിന്നീട് എപ്പോഴോ വെളിയിലിറങ്ങിയപ്പോൾ പറഞ്ഞു, Can I talk to you? അങ്ങനെ റൂമിൽ ഞങ്ങൾ ഒറ്റയ്ക്കായി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ട്രീറ്റ്മെന്റിലാണ്. എൻ്റെ ബാക്ക് ബോൺ ഡിസ്ക് കംപ്ലീറ്റ്ലി പ്രൊലാപ്സ്ഡ് ആയി. ബെഡ് റിഡൻ സ്റ്റേജിലാണ്. മെഡിക്കേഷൻ, ബെൽറ്റ് കംപ്ലീറ്റ്. നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാനാവില്ല. എനിക്ക് ക്രൈസ്റ്റിനെ അറിയാം, ഫെയ്ത്ത് ഉണ്ട്.
പക്ഷെ I didn't have a personal experience. എന്തു പറയാൻ, നെഞ്ചിലിരുന്ന ദൈവവചനത്തെ സാക്ഷ്യമാക്കി 2-3 മിനിറ്റ് ക്രൈസ്റ്റ് ആ വ്യക്തിയുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തു. കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ആ യങ് പ്രീസ്റ്റിനെ പുറകിലിങ്ങനെ കൈപിടിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ്, യേശു എന്നത് കഥയല്ല, is an amazing God. In the mighty name of Jesus, touch him. മെഡിക്കൽ സയൻസിന്റെ ഇമ്പോസിബിലിറ്റിയെ തകർത്ത് മറിച്ച് ആള് ടോട്ടലി ഹീലായി. കുനിഞ്ഞു, നൂർന്നു, വെയിറ്റ് എടുത്തു, ചാടി, ഓടി. ഇന്ന് കേരളം അറിയുന്ന ഒരു ഉഗ്രൻ ഇവാഞ്ചലിസ്റ്റായി, ഓൾവേസ് മീഡിയയിൽ എത്തുന്ന ഒരു കരിസ്മാറ്റിക് പ്രീച്ചറായി, ഹീലറായി ദൈവം ആ മകനെ ഉയർത്തുവാൻ കാരണമായി. നോട്ട് ബിക്കോസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്, but only because of the anointing. ദൈവസ്പർശനം, യേശു സ്പർശനത്താൽ ആള് മാറി മറിഞ്ഞു. ഒരു ദിവസം ഷിക്കാഗോയുടെ തെരുവീതികളുടെ നടുവിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ട്രാവലിംഗ്. സിക്കായ ഞാൻ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ലേഡിയുടെ മുന്നിൽ ഒരു ട്രീറ്റ്മെന്റിന് മുമ്പിലെത്തി. ബ്ലഡ് ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയം കഠിന ദേഷ്യത്തിൽ ഈ സിറിഞ്ചും ഇഞ്ചക്ഷനുമായി അടുക്കുമ്പോൾ ആ വ്യക്തിയോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ നിന്നു. അറിയാതെ ഞാൻ ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? പക്ഷെ ഒട്ടും ഫെമിലിയാരിറ്റി കാണിക്കാതെ ഈ പെൺകുട്ടി പറഞ്ഞു, വൈ ഷുഡ് യു നോ മൈ നെയിം? ഒന്നും പറയാനില്ലായിരുന്നു. ഉള്ളിൽ ഹാർട്ട് ബീറ്റ് കൂടി, ഫിയറായി. എന്ത് പറയണമെന്ന് ഓർത്തിരിക്കുമ്പോൾ സിറിഞ്ചുമായി ഫ്യൂരിയസായ മുഖത്തോടുകൂടി ഫ്രസ്ട്രേറ്റഡായി ഈ വ്യക്തി എൻ്റെ അടുത്തു വന്നു. കണ്ണുകൾ അടച്ച്, പരിശുദ്ധാത്മാവെ സഹായിക്കണം, ഒറ്റ നിലവിളി. അടുത്തു വന്ന പെൺകുട്ടിയെ, ഈ ആഫ്രിക്കൻ അമേരിക്കൻ ലേഡിയെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു മെസ്സേജ്, God is touching you, Christ is touching you. നിങ്ങളുടെ ബോഡിയുടെ ഒരു പർട്ടിക്കുലർ പോർഷനിലുള്ള സിക്നസ് ദൈവം എടുത്തു മാറ്റുന്നു. ഫ്യൂരിയസ് ആയ, ദൈവത്തോട് വിധേയത്വമില്ലാത്ത, ദൈവം ആരെന്നറിയാത്ത പെൺകുട്ടി പുറകോട്ടു മലന്നു വീണു. ചാടി എഴുന്നേറ്റു, പൊട്ടിക്കരഞ്ഞു. ഓടി വന്ന് കണ്ണുകളിൽ നോക്കിയിട്ട് അവൾ സ്ക്രീം ചെയ്ത പോലെ ചോദിച്ചു, Who are you? Are you Jesus Christ? I said only one thing. ഞാൻ യേശുവല്ല. യേശു എന്ന വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ല. നിന്നെ തൊട്ടത് നസ്രായ യേശു ക്രിസ്തു. നിലത്ത് മുട്ടുകുത്തി വീണ് കരയാൻ തുടങ്ങി. ഒന്നൊന്നായി ദൈവത്തിന്റെ പ്രവചനങ്ങൾ. കരച്ചിലുകൂടി. അവൾ പയ്യെ കൈനീട്ടി കൈപിടിച്ച് എഴുന്നേറ്റിട്ട് പറഞ്ഞു, Now I knew. കംപ്ലീറ്റ്ലി അവൾ ഹീലായി. ഒരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസിലൂടെ ആഫ്രിക്കൻ അമേരിക്കൻ ലേഡി ഈ ഹോസ്പിറ്റലിന്റെ പുറത്തു വരെ എന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കൂടെ നടന്നിട്ട് അവൾ പറഞ്ഞു, Now I am Christian, Christ like. പള്ളിയിൽ പോകാത്ത, യേശു ഉണ്ടെന്നറിയാത്ത ആ പെൺകുട്ടി പറഞ്ഞു, Jesus is the only one God ever in the history. ക്രിസ്റ്റോഫനി കൺവിൻസിങ്. മോനെ, മോളെ, you need an encounter. You need an encounter. ക്രൈസ്റ്റിനെ കൂട്ടിമുട്ടാത്ത ഒരു ലൈഫും ലൈഫായിരിക്കും, പക്ഷെ ലൈഫായിരിക്കില്ല. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ജീവിതമായിരിക്കും, പക്ഷെ ജീവിതമായിരിക്കില്ല. ക്രിസ്റ്റോഫനി വരുന്നതോടുകൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള വലിയ ബ്ലെസ്സിങ്സ് നടക്കും.
പോയിന്റ് നമ്പർ 1, ഇന്റേണൽ ഹീലിംഗ്. മിറാക്കുലസ് ടച്ച് ആയിരിക്കും അകത്ത്. എൻ്റെ അകത്തുള്ള ഭാരം, ഇന്നർ വൂൺസ്, ദ ബ്രോക്കൺ ഹാർട്ട് ദൈവം എടുത്തു മാറ്റും, ഹീൽ ചെയ്യും. ഇന്റേണൽ ഹീലിംഗിലേക്ക് ദൈവം നടത്തും. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. 3 ജോൺ, യോഹന്നാൻ ശ്ലീഹയുടെ 3-ാം ലേഖനത്തിന് 1-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യത്തിലും വിജയം വരിക്കട്ടെ, നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ബൈബിള് പറയുകയാണ്. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകും. യു വിൽ ബി പെർഫെക്റ്റ് ഇനഫ്. കോളേജിൽ പഠിപ്പിക്കുമായിരുന്നെങ്കിലും ഐ ഡിഡ്ന്റ് ഹാവ് ഒരു ധൈര്യമില്ലായിരുന്നു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ. ക്രൈസ്റ്റിന്റെ എൻകൗണ്ടർ ലൈഫ് മാറ്റിമറിച്ചു. സുഭാഷിതങ്ങൾ 18:14 ഇങ്ങനെയാ പറയുക: ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് സഹിക്കാൻ പറ്റും, താങ്ങാൻ പറ്റും? പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അമേസിംഗ് ഡേ ആണിന്ന്. 2 തരത്തിലുള്ള ബ്ലെസ്സിംഗ് ക്രിസ്റ്റോഫറിന് നൽകും. ഒന്ന് ഇന്റേണൽ ബ്ലെസ്സിംഗ്, 2 എംപവർമെന്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ധൈര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകും. ആക്ട്സ് ചാപ്റ്റർ 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. When the Holy Spirit comes upon you, you will receive the power and you will be my witness in Judea, Samaria, until the ends of the earth. ജെറുസലേമിൽ നിന്നും ജൂദയായും സമറിയായും ലോകത്തിന്റെ അതിർത്തികൾ വരെയും 4 സ്റ്റേജായി നമ്മളെ വർദ്ധിപ്പിക്കും. Jerusalem, my homeland; Judea, my neighbor country; Samaria, my enemy country; and boundary of the whole world. യൗവനമേ, 4 ലെവലിൽ ദൈവം നിന്നെ എംപവർ ചെയ്യണമെങ്കിൽ യു നീഡ് ക്രിസ്റ്റോഫനി. പോയിന്റ് നമ്പർ 1, ഇന്റേണൽ ഹീലിംഗ്, ആന്തരിക സൗഖ്യത്തിന്റെ ഹീലിംഗ്. യൗവനങ്ങളിൽ 3 കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിലെ സർവേ വെളിപ്പെടുത്തുകയാണ്. 2020 മാർച്ചിൽ നടന്ന WHO സർവേയിൽ 3 കാര്യങ്ങളാണ് പറയുക. ആഗോള യൗവനം 3 പ്രശ്നങ്ങളിൽ അഡിക്റ്റഡ് ആണ്. പോയിന്റ് നമ്പർ 1, ഡിസപ്പോയിന്റ്മെന്റ് എന്ന് വെച്ചാൽ നിരാശ. പോയിന്റ് നമ്പർ 2, ഷെയിം, നാണക്കേട്. പോയിന്റ് നമ്പർ 3 എന്താണെന്നറിയാമോ? സൂസൈഡ് ടെൻഡൻസി ഓർ സൂസൈഡ്. 3 കാര്യങ്ങളിൽ ഈ 21st സെഞ്ചുറി യൗവനങ്ങൾ തകർച്ചയിലാണ്. കഴിഞ്ഞ നാളിൽ ഇന്ത്യ കണ്ട ഒരു സെലിബ്രിറ്റി, ഒരു ഫിലിം ആക്ടർ, ഏതോ ഒരു സെക്കൻഡിൽ തന്റെ ജീവിതം വേണ്ടെന്ന് വെച്ച് സൂസൈഡിലേക്ക്. പിന്നീട് ഇന്ത്യയിൽ 6-ലേറെ 8 വരെയുള്ള സൂസൈഡ്, കോപ്പി ക്യാറ്റ് സൂസൈഡ് ഈ ലോകത്ത് ഡെവലപ്പ് ചെയ്തു. കാരണം ഈ സൂസൈഡ് ചെയ്ത ഈ വ്യക്തികളെല്ലാം ചിന്തിച്ചു, ആ വ്യക്തി മരിച്ചു, പിന്നെന്ത് ജീവിതം? ടെൻഡൻസി, ഡിസപ്പോയിന്റ്മെന്റ്, നാണക്കേട്, പിന്നീട് സൂസൈഡ്. ക്രിസ്റ്റോഫനി ഇല്ലാത്ത ജീവിതമെല്ലാം ഇതുപോലെ ഷെയിംഫുൾ ആകും. കഴിഞ്ഞ 1 വർഷം മാർച്ച് വരെയുള്ള സമയമെടുത്താൽ 300 തൊട്ട് 600 വരെയുള്ള സൂസൈഡ് ഈ ലോകത്ത് ഡെവലപ്പ് ചെയ്തു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, സൂസൈഡിനപ്പുറം സ്വന്തമായ ആക്സിഡന്റ് സൃഷ്ടിച്ചുള്ള മരണം കാൽക്കുലേഷനിൽ വരുന്നില്ല. ഇന്റേണൽ വൂൺസ് ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അർത്ഥം
ആ വ്യക്തിയിൽ ക്രൈസ്റ്റുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടലല്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. റീസൺ ടോക്കിലൂടെ കടന്നുപോയ യൗവനങ്ങളെല്ലാം പറഞ്ഞൊരു വിഷയം, I'm done, I'm dumb, I'm finished, I'm frustrated, I'm broken, I am rejected, I am wounded. ഇതൊരു സർവേ ആണ് പറയുക. കോവിഡ് സിറ്റുവേഷൻ, പാൻഡമിക്, ബ്രോക്കൺനെസ്, ലോകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രസ്ട്രേഷൻ, ഡിസപ്പോയിൻമെന്റ്, ഫിനിഷ് ഓഫ് ചെയ്യാനുള്ള സ്റ്റേജുകൾ. ലോകത്ത് യൗവനങ്ങളുടെ നടുവിൽ 30 to 35% യൗവനവും ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്തു. യൗവനങ്ങളുടെ 30% പേരും ഡിപ്രഷനും ആങ്സൈറ്റിയും കടന്നു പോകുന്നു. ന്യൂ ലൈഫ് സ്റ്റൈൽ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാസ്ക് കൊണ്ട് കവർ ചെയ്യുന്ന ഫേസ്ലെസ് യൗവനങ്ങൾ, പുറത്തിറങ്ങണ്ടാത്തത് കൊണ്ട് മെക്കാനിക്കൽ ലൈഫ്, മൊബൈലും ഗാഡ്ജറ്റ്സും ഗെയിംസും അഡിക്ഷൻ ആകുന്ന മെക്കാനിക്കൽ ലൈഫ്. ഇന്നർ വോൺസ്. കഴിഞ്ഞ സർവേ വ്യക്തമാക്കി, ഈ കഴിഞ്ഞ നാളിലെ ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, 74% യൗവനങ്ങളും സ്ട്രെസ്സിലാണ്. ഫിയർ ഡെവലപ്പ് ചെയ്തു. അവരുടെ ന്യൂറോ ഏരിയാസ്, ന്യൂറോ സയൻസിൽ ഫ്ലക്ച്വേഷൻ ഡെവലപ്പ് ചെയ്തു. 88% യൗവനവും ആങ്സൈറ്റിയാണ്, ഫ്യൂച്ചർ റിലേറ്റഡ് കൺഫ്യൂഷൻസ്. നിരവധി കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. സ്ട്രെസ്സും പ്രഷറും സൂസൈഡിലേക്ക് ലീഡ് ചെയ്യുന്നു. ബോർഡം, ബോറിംഗ് ആണ് ലൈഫ്. 73% യൗവനങ്ങൾ ലോൺലിയാണെന്ന് സർവേ വ്യക്തമാക്കി. അൺകൺട്രോൾഡ് ഫിയർ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തു. ലേസിയായി, സൈക്കിക് പ്രോബ്ലമായി, ഹോർമോണൽ വേരിയേഷൻ, മന്ത്ലി ടൈം പ്രോബ്ലംസ്, അങ്ങനെ നിരവധി പ്രോബ്ലങ്ങൾ ഡെവലപ്പ് ചെയ്തു. യൗവനങ്ങൾ ഇന്റേണലി വൂണ്ടഡ് ആണോ? ഒരു ക്രിസ്റ്റോഫനി അവിടെ ജീവിതത്തിൽ ഇല്ലേ? അല്ലയോ യൗവനമേ, നീ വൂണ്ടഡ് ആണോ? ക്രിസ്റ്റോഫനിയിലൂടെ നിനക്ക് ലഭിക്കുക an inner wound healing ആണ്. പവർഫുൾ. നീ വൂണ്ടഡ് ആണോ? നീ ആന്തരികമായി തകർന്നതാണോ? എങ്ങനെ അറിയാൻ പറ്റും? ചൂടുണ്ടല്ലോ, പൾസ് റേറ്റിൽ വേരിയേഷൻ ഉണ്ടല്ലോ. യെസ്, യു ഹാവ് ടെമ്പറേച്ചർ. നിങ്ങൾക്ക് ഫീവറാണ് എന്നതുപോലെ കുറച്ച് സിംറ്റംസ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. യൗവനമേ, നമ്പർ 1 സൈൻസ് ഓഫ് ദ ഇന്നർ വോൺസ്. എൻ്റെ ആന്തരിക മനുഷ്യൻ, ഞാൻ സ്ട്രോങ് ആണെന്നൊക്കെ പറയും, ഐ ആം ഗുഡ്, എനിക്ക് മാർക്കുണ്ടെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ വൂണ്ടഡ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സയൻസ് നോക്കണം. നമ്പർ 1, ഇമോഷണൽ ട്രിഗേഴ്സ്. നിങ്ങൾ ഇമോഷണലി പെട്ടെന്ന് ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ടോ? പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു, പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്നു, ആരെയും ഫേസ് ചെയ്യണ്ട, റൂമിലിരിക്കുന്നു. അങ്ങനെ ചില അഡിക്ഷനുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓർത്തുകൊള്ളുക, ഇമോഷണലി നിങ്ങൾ വൂണ്ടഡ് ആണ്. നമ്പർ 2, ഓവർ റിയാക്ഷൻ. പപ്പ പറയുന്നു, മമ്മി പറയുന്നു, ചേട്ടൻ പറയുന്നു, സിബ്ലിങ്സ് പറയുന്നു. റിയാക്റ്റഡ്, ഓവർ റിയാക്ഷൻ. ഫീലിങ്സ് പ്രൊജക്റ്റഡ് ആകുന്നു. കരയുന്നു, ദേഷ്യപ്പെടുന്നു, ഇടിക്കുന്നു, പൊട്ടിക്കുന്നു, ഗ്ലാസ് എറിയുന്നു, ഫ്രസ്ട്രേറ്റഡ്. ചിലർ വയലന്റ് ആകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, ചിലർ ഷൗട്ട് ചെയ്യുന്നു. യു ആർ വൂണ്ടഡ്. മൂന്നാമത്തെ സിംറ്റം, ഗ്രഡ്ജസ് അല്ലെങ്കിൽ വൈരാഗ്യങ്ങൾ പുറത്തു വരികയാണ്.
എൻ്റെ ചെറുപ്പത്തിലുണ്ടായ സംഭവങ്ങളിൽ, എൻ്റെ ഓർമ്മകളിൽ കടന്നു വന്ന സംഭവങ്ങൾ എനിക്ക് ആ വ്യക്തിയോട് ഗ്രഡ്ജ് ഡെവലപ്പ് ചെയ്യുന്നു. അൺഫോർഗീവ്നെസ്. അവരോട് നേരിടണമെന്നും കൺഫ്രണ്ട് ചെയ്യണമെന്നും കേഴ്സ് ചെയ്യണമെന്നും തോന്നുന്നു. കൺഫ്രണ്ട് ചെയ്യുന്നു. കെയർഫുൾ. അടുത്തത് ഫോർത്ത് വൺ, ഇൻസ്റ്റന്റ് റീപ്ലേ. പഴയ ഓർമ്മകൾ എപ്പോഴും കയറി വരുന്നു. 5ാം ക്ലാസ്സിൽ തോറ്റത്, ടീച്ചർ വഴക്ക് പറഞ്ഞത്, കീറിയ ഉടുപ്പ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ലൈഫിലുണ്ടായ മിസ്യൂസ്, അബ്യൂസ്. എനിക്ക് എന്നോട് തന്നെ ഹെയ്റ്റ് തോന്നുന്നു. ഹോൾഡിങ്. ഈ ഹോൾഡിംഗ് ഒക്കെ നമ്മുടെ ലൈഫിൽ സൈൻസ് ആണ്. ബാഡ് മെമ്മറീസ് ഇൻ യുവർ ഹാർട്ട്. അടുത്ത 5ാമത്തെ പോയിന്റ്, ഇൻസെക്യൂരിറ്റി, ഫിയർ, ലോ കോൺഫിഡൻസ്. ഒരു സ്വന്തമായി എസ്റ്റീം ഇല്ല, ഐഡന്റിറ്റി ഇല്ല, ഡൗൺ ആകുന്നു. ഇറ്റ്സ് ബ്രോക്കൺ. 6th one, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ചിലർ പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഒരു ബോയിൽ നിന്ന് അടുത്ത ബോയ്, ഒരു ഗേളിൽ നിന്ന് അടുത്ത ഗേൾ. യു ആർ വോണ്ടഡ്. കോൺഫിഡൻ്റ് ആയതുകൊണ്ടല്ല, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ആരിലൊക്കെയോ ആശ്രയിക്കുക. ചിലർ ബ്രോക്കൺ റിലേഷൻഷിപ്പിൽ മരിക്കണമെന്ന് തോന്നുന്നു, വൂണ്ടഡ് ആകുന്നു. ചിലര് ഡൗൺ ആകുന്നു, നെഗറ്റീവ് ഉണ്ടാകുന്നു. മറ്റു ചിലരാകട്ടെ ബാഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഹാബിറ്റ്സിൽ ഒരു വൂണ്ട്, ഡൗൺ സിൻഡ്രോം ഡെവലപ്പ് ചെയ്യുന്നു. ചിലർക്ക് ഹൈജീനിറ്റി ഇല്ല, സിംറ്റമാണ്. ഇൻഡിസിപ്ലിൻ ആണ് ബാഡ് ഹാബിറ്റിൽ. ശ്രദ്ധിക്കുക. 8th പോയിന്റ്, ഡിപ്രഷനാണ്. വൂണ്ടഡ് ആണെങ്കിൽ ഡിപ്രസ്ഡ് ആകും, ആങ്സൈറ്റി ആകും, ഡൗൺ ആകും. എന്തുകൊണ്ടാകാം എനിക്കിങ്ങനത്തെ വൂൺസ് ഒക്കെ വരുന്നത്? കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ ഡിപ്രസ്ഡ് ആണെന്ന് അവന്റെ സിസ്റ്റർ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയം ബ്ലഡ് മറ്റൊന്നുമായിരുന്നില്ല. അവൻ ട്രാവൽ ചെയ്ത് ബൈക്ക് ആക്സിഡന്റ് ആയി. കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ മരണം കൺമുന്നിൽ. ചെതറിയ തലച്ചോർ. ആള് വൂണ്ടഡായി, ആരോടും മിണ്ടാതായി, ബ്രോക്കണായി. കഴിഞ്ഞ നാളിൽ വേറൊരു ചെറുപ്പക്കാരൻ ട്രിപ്പിൾസ് വെച്ച് ബൈക്കിൽ പോയി ഒരു ബസ്സുമായി കൂട്ടിയിടിച്ചു. ഡ്രൈവ് ചെയ്ത് ഇവൻ ഒരു സൈഡിലേക്കും പുറകിൽ നിന്ന് 2 പേർ ബസ്സിന്റെ ടയറിന്റെ അടിയിലേക്കും. കൺമുന്നിൽ ബ്ലഡ് ഒലിച്ചിറങ്ങുന്ന ടാറിംഗ് റോഡ്. ഹെവി ആൽക്കഹോളിക് ആയിട്ടാണ് അവനെ കൂട്ടിമുട്ടാൻ പിന്നെ ഇടയായത്. വൂണ്ടഡ്. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി മെന്റലി സിക്കായി കടന്നു വന്നു. അവളുടെ ലൈഫിലുണ്ടായത്, കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തിരികെ വരുമ്പോഴേ മമ്മി വീട്ടിലില്ല, വീട് തുറന്നു കിടക്കുന്നു. ഓടി പല റൂമുകളിലൊക്കെ നോക്കി, വിളിച്ചു, റെസ്പോൺസ് ഇല്ല ആരുടെയും. പെട്ടെന്ന് പപ്പയുടെയും മമ്മിയുടെ റൂമിലെത്തി. നോക്കുമ്പോൾ ബ്ലഡ്. കമന്ന് കിടക്കുന്ന പപ്പ ഓടിച്ചെന്ന് കാറി നിലവിളിച്ചു. ബ്ലഡ് തൂത്തു മാറ്റി പപ്പയും കൊണ്ട് ഹോസ്പിറ്റലിൽ. പപ്പ ഗുഡ് ബൈ. അവൾ വൂണ്ടഡായി. ലൈഫിൽ വൂൺസ്, ബ്രോക്കൺനെസ് സൃഷ്ടിക്കും. യു നീഡ് ഇന്നർ ഹീലിംഗ്. ഇന്നർ ഏരിയയിൽ ഹീലാകാത്ത ഒരാൾക്ക് പോലും ക്രിസ്തീയ ജീവിതത്തിൽ ശക്തമായി നിൽക്കാനാവില്ല. നിൽക്കാൻ പറ്റും, പവർഫുൾ ആയിട്ട് നിൽക്കാനാവില്ല. അതിന് വേണ്ടത് എംപവർമെന്റ്, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം. അമേസിംഗ്. What do you mean by Holy Spirit? എന്താണ് പരിശുദ്ധാത്മാവ്? പെന്തിക്കോസ്റ്റൽ ഡേയിൽ 3 കാര്യങ്ങൾ. അവർ ഒരു വലിയ സ്വരം കേട്ടു, ഭൂകമ്പത്തിന്റെ ഒരു സ്വരം. അവർ കണ്ണുകൾ കൊണ്ട് കണ്ടു തീനാവുകൾ. പിന്നീട് അവർ ഭാഷയിൽ സംസാരിച്ചു. 3 കാര്യങ്ങൾ. കേട്ടു, കണ്ടു, സംസാരിച്ചു. ഒരു ഫിലിമിന്റെ പേരൊന്നുമല്ല. കേട്ടു, കണ്ടു, സംസാരിച്ചു. ദിസ് ഈസ് ഹോളി സ്പിരിറ്റ്, പെന്തിക്കോസ്റ്റൽ എക്സ്പീരിയൻസ്.
പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇസ് നോട്ട് എ തിങ്, ഇസ് നോട്ട് എ പവർ. അതൊരു വസ്തുവല്ല, ശക്തിയല്ല, അതൊരു പേഴ്സണാലിറ്റിയാണ്. പേഴ്സൺ, വ്യക്തിയാ. അതുകൊണ്ടൊരു വസ്തുവിനെ, ഒരു സാധ്യതയെ സമീപിക്കുന്നത് പോലെ സമീപിക്കരുത്. പിന്നെയോ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നത് പോലെ മീറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിന് ചിന്തിക്കാൻ പറ്റും, നോളജ് ഉണ്ട്. പരിശുദ്ധാത്മാവിന് തീരുമാനങ്ങളുണ്ട്, വില്ലുണ്ട്. പരിശുദ്ധാത്മാവിന് ഡിസയേഴ്സ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന് മൈൻഡ് അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവിന് സ്നേഹമുണ്ട്, ലവ് ഉണ്ട്. പരിശുദ്ധാത്മാവിന് ഇന്റലിജൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവിന് വേദനയുണ്ട്. എഫെസ്യൻസ് 4:30 പറയുക, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന്. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റോഫനിയുടെ ബ്ലെസ്സിങ്ങിന്റെ 2 പാർട്ട്. യു നീഡ് ഇന്നർ ഹീലിംഗ്, അറ്റ് ദ സെയിം ടൈം യു നീഡ് ദ പവർ. നോ, you need the relationship with the power of the Holy Spirit. മക്കളെ, റിലേഷൻ ഉണ്ടാവണം ദൈവവുമായി. Hi God, are you really happy with me? നിങ്ങൾ ദൈവവുമായി സംസാരിക്കണം, ദൈവത്തെ തേടണം, ദൈവവുമായി സംസാരിക്കണം, ദൈവം പറയുന്നത് കേൾക്കണം, ദൈവത്താൽ സൗഖ്യപ്പെടണം. യേശു ക്രിസ്തുവിന് അവന്റെ എൻകൗണ്ടറിനാൽ, അവന്റെ എക്സ്പീരിയൻസിനാൽ നിങ്ങളെ കാണാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, പുഞ്ചിരിക്കാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. ലിറ്ററലി പപ്പയേക്കാൾ, മമ്മിയേക്കാൾ നിന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചുകൊള്ളുക. ഡമാസ്കസിന്റെ തെരുവീതികളിൽ, നോ, എറണാകുളത്തിന്റെ തെരുവീതികളിൽ, തൃച്ചൂരിന്റെ തെരുവീതികളിൽ, പാലക്കാടിന്റെ, ട്രിവാൻഡ്രത്തിന്റെ, കോട്ടയത്തിന്റെ, ഷിക്കാഗോയുടെ, അമേരിക്കയുടെ, ന്യൂസിലാൻഡിന്റെ, ഓസ്ട്രേലിയയുടെ, ബ്രസീലിന്റെ, പെറുവിന്റെ, ചിലിയുടെ, കൊളംബിയയുടെ, യുകെയുടെ അകത്തളങ്ങളിൽ God is waiting for you. God is waiting for you. നമ്മൾ ഇനി ആരാധനയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ദൈവം വെയിറ്റ് ചെയ്ത് വഴികരികിൽ വെച്ച് കൂട്ടിമുട്ടിയ ഒരു പെൺകുട്ടിയുടെ ടെസ്റ്റിമണി കേൾക്കുകയാണ്. തകർച്ചയുടെ നടുവിൽ നിന്ന്, ലൈഫിന്റെ മുറിവിൽ നിന്ന് ദൈവമുയർത്തിയ ഒരു പെൺകുട്ടി. അവളുടെ പേരെന്തെന്ന് അവൾ തന്നെ പറയും. ക്രൈസ്റ്റ് കൾച്ചർ മിഷന്റെ ഏഷ്യൻ യൂത്ത് കോർഡിനേറ്ററും അറ്റ് ദ സെയിം ടൈം എറണാകുളത്തുള്ള സെന്റ് സിസാസ് കോളേജിന്റെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചറായി, ലെക്ചററായി വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി തൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ ലൈഫിനെ തൊടട്ടെ. ചുരുങ്ങിയ സമയം let's see what is going to take place in our life. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോർജിയ. ഞാൻ എറണാകുളത്തെ സെൻറ്റ് തെരേസാസ് കോളേജിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി നോക്കുന്നു. ക്രിസ്റ്റഫനി, എ നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ ക്രിസ്റ്റഫനിയെ അനുഭവിച്ചറിഞ്ഞു എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും, പല ഘട്ടങ്ങളിലും, പല തലങ്ങളിലും, പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. മദ്യപാനം എന്ന വലിയ വിപത്ത് എൻ്റെ കുടുംബത്തെ കാർന്നു തിന്നു തുടങ്ങുമ്പോൾ
ബിസിനസ്സിൻ്റെ തകർച്ചയിൽ വീടൊക്കെ കൈവിട്ടു പോയി എൻ്റെ കുടുംബം ചിന്നിച്ചിതറുമ്പോൾ ഞങ്ങളറിയാതെ ഞങ്ങളെ കാക്കുന്ന ഉറക്കം തൂങ്ങാത്ത ഒരു ദൈവം തൻ്റെ കൈക്കുമ്പിളിൽ എൻ്റെ ഭാവിയെ സുരക്ഷിതമായി വെച്ചുകൊണ്ട് തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു പരിപാലിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നീട് പഠിക്കുന്ന കാലഘട്ടത്ത് പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ ആവശ്യത്തിനുള്ള നോട്ട്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ പരീക്ഷകളൊക്കെ സധൈര്യം നേരിടാനും പിന്നീട് പരീക്ഷകൾ എഴുതുമ്പോൾ വെളിപാടുകൾ നൽകി UGC നെറ്റ് പരീക്ഷ വരെ എന്നെ പാസ്സാക്കി പിറ്റ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഞാൻ എൻ്റെ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കരുതൽ, അവിടുത്തെ കൺസേൺ, ആ വോംത്ത്, ആ സ്ട്രെങ്ത്, ആ പവർ, ആ എംപവർമെൻറ്റ് അതനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് വിവാഹശേഷം ഞാൻ എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളുമായി ഒരു ഗൾഫ് കൺട്രിയിൽ സെറ്റിലായി 8 വർഷക്കാലം ഒരു വീട്ടമ്മയായി കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ രഹസ്യമായി സൂക്ഷിച്ചു. കർത്താവിനെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കണമെന്നും ഞാൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരേക്ക് എത്തിക്കണമെന്നുള്ള ഒരു പ്രഘോഷിക്കാനുള്ള ഒരു ആഗ്രഹം ആരോടും പറയാതെ ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ അവിടെയും എൻ്റെ ദൈവത്തിൻ്റെ ചൈതന്യം എന്നെ തേടിയെത്തി. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ മക്കളും തിരിച്ച് കൊച്ചിയിലെത്തിക്കഴിഞ്ഞ് ഇനി എന്താണ് എന്ന് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സാഹചര്യത്തിൽ സെൻറ് തെരേസാസ് കോളേജ് എന്ന് പറയുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, കേരളത്തിലും ഇന്ത്യ മൊത്തത്തിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്കൊരു ജോലി കരുതി വെച്ച് ഒരുക്കി വെച്ചിട്ടാണ് എൻ്റെ ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് 30ഓളം കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് എന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവസ്നേഹം എത്ര വലുതാണ് അല്ലേ. എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ആ ആഗ്രഹം എൻ്റെ ദൈവം ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തി എന്ന് ഞാൻ അറിയുന്നത് പിന്നീട് ക്രൈസ്റ്റ് കൾച്ചർ മിഷൻ എന്ന് പറയുന്ന വലിയ ഫാമിലിയിൽ യുവജനങ്ങളോടൊത്ത് തോളോട് തോള് ചേർന്ന് കർത്താവിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ട് ഇതാ ഇവിടം വരെ ഈ സമയം വരെയും എനിക്ക് ദൈവം തന്ന ഓരോ അവസരവും കൃപയും ഞാൻ ഓർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ, ആ ഒരു പരിലാളനയെ ഏത് സമയവും ഒരു ക്രിസ്റ്റഫനിയായി നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 ടിപ്സ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ക്രിസ്റ്റഫനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതാണ്: നെവർ ചേഞ്ച് യുവർ ഫോക്കസ് ഫ്രം ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ ഒരിക്കലും കൈവെടിയരുത്. നിങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ ലൈഫും എടുത്ത് മാറ്റരുത്. ഒരു ആൽമരത്തിൽ ഒരു പാരസൈറ്റ് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ യേശുക്രിസ്തുവിൽ നമുക്കിങ്ങനെ അല്ലിപ്പിടിച്ച് കിടക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാരസൈറ്റിനെ നമ്മൾ ആൽമരത്തിൽ നിന്ന് പറിച്ചെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആ പാരസൈറ്റ് കരിഞ്ഞു പോകും, അതിന് ജീവൻ ഉണ്ടാവുകയില്ല. അതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞോടാം. എന്നിട്ട് യേശുക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയാം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ ക്രിസ്തുവിൻ്റെ കൈ പിടിച്ച് നടക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. 2ാമത്തെ കാര്യം ഇതാണ്: നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ ഒരു ചെറിയ കണ്ടീഷനുണ്ട്. പറ്റാവുന്നിടത്തോളം കാലം വിശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് നമ്മൾ കീപ്പ് ചെയ്യണം.
നമ്മളെ കൊണ്ട് സാധിക്കാവുന്നിടത്തോളം കാലം നമ്മൾ മനുഷ്യരാണ്, എന്നാൽ തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സഹായം കൊണ്ട് നമ്മളത് കീപ്പ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലൊക്കെയും ഒരു ക്രിസ്റ്റഫനി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വേർ ആർ യു മൈ ചൈൽഡ്, ഹൂം ഷാൽ ഐ സെൻഡ് എന്ന് നമ്മുടെ കർത്താവ് ചോദിക്കുമ്പോൾ, ഹിയർ ഐ ആം ലോർഡ്, ഐ വിൽ ഗോ ഫോർ യു എന്ന് പറയാനുള്ള ആ ഒരു പെർഫെക്റ്റ് സറണ്ടറിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്റ്റോഫനിക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ലോകം കണ്ട ഉന്നതനായവൻ, മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചവൻ, കാലഘട്ടങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ കൊണ്ട് കവിത എഴുതിയവൻ യേശു. വിളിച്ചേ യേശുവേ, യേശുവേ, വിളിച്ചേ യേശു. യേശുവേ, Worship him. Praise his name. യേശുവേ, നമുക്കെല്ലാവർക്കും കുമ്പിട്ട് വണങ്ങാം. நீ சொன்னால் போதும் செய்வே, நீ காற்றும் வழி நடப்பே, உன் பாதம் ஒன்றை பிடிப்பே, என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வே, வாக்குகளில் விசுவாசம், வழியில் நடப்பே, உன் പറയുന്നത് பாதம் ചെയ്യുന്നവൻ, ஒன்றை பிடிப்பே, என் அன்பு இயேசுவே. ஆராதனை இயேசுவுக்கே, കരങ്ങൾ ഉയർത്തിക്കേ. ஆராதனை இயேசுவுக்கே, ചേർന്ന് വിളിക്കാം. ஆராதனை இயேசுவுக்கே, Yes, Lord. ஆராதனை இயேசுவுக்கே, என் அன்பு இயேசுவே, ஆராதனை இயேசுவுக்கே, என் அன்பு இயேசு ராஜா, ஆராதனை இயேசுவுக்கே, என் உயிரே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. கரங்கள் உயர்த்திக்கே. கடலின் மீது நடந்திட்ட உன் அற்புத பாதங்கள், கடலின் மீதே நடந்தவன், எனக்கு முன்னே செல்வதா எனக்கு இல்லை கவலை, എനിക്ക് വേദനയില്ല. கடலை மகிழ்ச்சிய உன் அற்புத வார்த்தைகள், எந்த துணையால் நிற்பதா எனக்கு இது கவலை. ஆராதனை இயேசுவுக்கே, ചേർന്ന് പാടാം. ആരാധന യേശുവേ, നിങ്ങളുടെ വലതുകരം ഈശോയിലേക്ക് വെച്ചുകൊണ്ട് ആരാധന യേശുവേ, ആരാധന, ആരാധന യേശുവേ, ദൈവമേ, ആരാധന യേശുവേ, യേശുവുക്ക് ആരാധന. ആരാധന യേശുവേ, കൈകളടിച്ച് പാടിക്കേ. ആരാധന യേശുവേ, കൈകൾ ഉയർത്തി അടിക്കാം. ആരാധന യേശുവേ, ചേർന്ന് പാടിക്കേ. ആരാധന യേശുവേ, യേശു, ആരാധന യേശുവേ, യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന, ആരാധന, ചേർന്ന് പാടിക്കേ. എല്ലാവരും ആരാധിച്ച് കരങ്ങൾ ഉയർത്തി ആരാധിക്കുക. ആരാധിക്കുക യേശുവിനെ. യേശു അത്ര നല്ലവൻ.
worship Him. Worship Him. Just worship Him. ആരാധന 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 യേശുവുക്ക് ആരാധന യേശുവുക്ക് ആരാധന യേശുവുക്ക് ആരാധന യേശുവുക്ക് ആരാധന യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നേ. ആരാധന യേശുവുക്ക് ആരാധന യേശുവുക്ക് ആരാധന യേശുവുക്ക്. ടെലിവിഷൻ സ്ക്രീനിന്റെ മുമ്പിലേക്ക് നിരങ്ങി അടുക്കാം. മുട്ടിന്റെ മേൽ വീഴാം. ചുരുങ്ങിയ സെക്കൻഡുകൾ കൂടി മാത്രം. നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ? ജീവിതം മടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്ട്രെസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പറ്റണില്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്ത് ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വെളുത്ത ഗോതമ്പപ്പത്തിന്റെ സൗന്ദര്യത്തിനപ്പുറം ഒരു കീറി മുറിഞ്ഞവന്റെ നൊമ്പരമുണ്ട്. ആരുമില്ലായിരുന്നവന്റെ അടുത്ത്. അവൻ ഇടത്തോട്ട് നോക്കി. അവനെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവന്റെ വലതുവശം ശൂന്യമായിരുന്നു. Above all powers, ലോകത്തിലെ എല്ലാ ശക്തികൾക്കും മുകളിലുള്ള ഇതുപോലൊരു ശക്തി എവിടെയാ ഉള്ളത്? എന്തുകൊണ്ട് നിനക്കിത് മനസ്സിലാവണില്ല? Why could you feel it? ഒരു പ്രാവശ്യം എല്ലാ രാജാക്കന്മാരുടെയും മുകളിലുള്ളവൻ, above all my powers, above all wisdom, ഒരു റോസപ്പൂ നിലത്ത് വീണ് ചതഞ്ഞരഞ്ഞതുപോലെ അവൻ അരഞ്ഞു. അഴകില്ലായിരുന്നു, ആകാര ഭംഗിയോ, സർവരാൽ പരിത്യക്തനായി. നിങ്ങൾക്ക് പറ്റണില്ലേ? ഒറ്റയ്ക്കായോ? Crucified, laid behind a stone. ഓ ഈശോയേ, You live to die. നീ ജനിച്ചത് മരിച്ചാണോ? Rejected angel, Lord, I'm sorry. Like a road, travel all of ground. You took the fall. Yes, Lord. Thought of me. You crucified. ഒന്ന് കൈകൾ ഉയർത്തിക്കേ. Led behind the soul. ഇങ്ങനെ കൈകളൊന്ന് വിളിച്ചു പിടിച്ചേ. You lived ദൈവത്തിന്റെ അഭിഷിക്ത ഇരുകരങ്ങൾ കുരിശിൽ കിടക്കുന്നത് പോലെ കൈകൾ വിരിച്ചു പിടിച്ച് like a road, യേശുവേ, traveled all of ground. You took the fall. Thought of me. Lord, I have done the mistake. I have done the mistake. I did everything. ഞാൻ നിന്റെ മുഖത്ത് തുപ്പി, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു, ഞാൻ നിന്നെ തള്ളി മാറ്റി. ഞാനാണ് ചെയ്തത്. ഞാനല്ലേ നിന്നെ കുരിശിലേറ്റിയത്. എന്റെ പാപങ്ങൾ ഈശോയെ എന്നെ തള്ളിക്കളയല്ലേ. Lord, touch me. You crucified, laid behind the soul, lived to die, reject your angel, Lord, നിലവിളിച്ചേ. like a
Lord. എല്ലാവരും നിലവിളിച്ച് just cry out. Just cry out. Just surrender your life and just cry out. Lord, I'm sorry, Lord. Lord, I've done my mistake. Lord, I'm sorry. Left behind the self, you lived to die, rejected and alone, like a rose, travel on the ground. You took the full thought of me, above all. Jesus Christ. രാജാക്കന്മാരുടെ രാജാവല്ലേ, ആൽഫ ഒമേഗ, beginning, end, King of kings, Lord of lords, mighty God, wonderful counselor, everlasting Father, Father of all nations, King of the ages, Jesus Christ. He is same yesterday, today, and forever. He is the creator. He is the Father. He is Jehovah Jireh. He is Jehovah Shalom. He is Mekadesh. He is Jehovah Nissi. He is Jehovah Rapha, my healer, my provider, my everything. I love you, Jesus. You are the father of Abraham. You are the father of Jacob. You are the father of Isaac. ഇനി എന്ത് വിശേഷങ്ങളുണ്ട്? ഞാൻ ആഴിയുടെ അഗാധങ്ങളിൽ ഒളിച്ചാലും നീ അവിടെയുണ്ട്. ഞാൻ ആകാശത്ത് കയറിയാൽ അവിടെയുണ്ട്. ഞാൻ വായുവിൽ ചലിച്ചാൽ, ഞാൻ അവിടെ ലയിച്ചാൽ നീ അവിടെയുണ്ട്. നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? എവിടെ ഒളിക്കും കർത്താവേ? ഞാൻ ക്രൂശിലല്ലേ നിന്റെ സ്നേഹം ഞാൻ കണ്ടത്. അപ്പാ, ഈ രാത്രി എനിക്കൊരു സ്വപ്നമേകണം. I just want to see you. I just want to touch you, Lord. I need you. Lord, touch me. എനിക്ക് നിന്നെ ഇന്ന് കാണണം. എനിക്ക് നിന്നെ ഇന്ന് തൊടണം. എനിക്ക് നിന്നെ ഇന്ന് വേണം. മക്കളെ, വലതുകരം നീട്ടിപ്പിടി. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചേ. ആഗ്രഹിച്ചേ, ഈശോയെ കാണാൻ ആഗ്രഹിക്കണം. ക്രൂശിലെ സ്നേഹം ഇന്ന് രാത്രിയിൽ അവൻ നടന്നു വരണം. പാതി മയക്കത്തിൽ ബെഡിൽ ജേക്കബ് ജനസിസ് 32-ൽ റെസ്ലിംഗ് നടത്തിയതുപോലെ ക്രിസ്തുവുമായി യുദ്ധം ചെയ്യണം. തോറ്റു പോകരുത്. നിന്റെ ദൈവം തോക്കരുത്. ഈ പാപത്തിൽ തോക്കരുത്. ഈ സൂയിസൈഡിൽ തോക്കരുത്. ഈ ലോൺലിനെസ്സിൽ തോക്കരുത്. ഈ വീഴ്ചയിൽ തോക്കരുത്. യേശു കൂടെയുണ്ട്. വിശ്വസിക്കുക. മോളെ വാ, മോനെ വാ. പകരം എന്തു നൽകും ഞാനിനി? യേശുവേ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ധൈര്യമുള്ള യൗവനമേ, വിളിച്ചു പറ. ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എന്ത് സ്നേഹം! ആഴമായ എന്തൊരു സ്നേഹം! മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമായ നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും
വിശ്വസിച്ച് ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ശരീരത്തിൽ രോഗവുമായി കടന്നു പോകുന്ന ജീന ഒരു പഴയ കളറുമങ്ങിയ ഒരു ഉടുപ്പുമായി നീ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ജീന, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ടാനിയ, ബൈബിളൊന്നും വേണ്ടെന്നൊരു തോന്നൽ, ദൈവവുമായുള്ള അടുപ്പമൊക്കെ നഷ്ടപ്പെട്ടതുപോലെ. നിന്റെ ജോലിയിൽ ഒരു പ്രശ്നമാണ്, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നിനക്കൊരു ഇന്റർവ്യൂ. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ലൈക്ക് എനിത്തിങ്. ടീന എന്നൊരു പെൺകുട്ടിയെ ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ടീന, അമ്മുക്കുട്ടിയെ ദൈവം തൊടുകയാണ്. അമ്മുക്കുട്ടിയെ ഡിപ്രഷൻ ഫാക്ടറിലൂടെ കടന്നു പോകുന്ന അമ്മ. നോയേൽ, നിന്റെ പഠനത്തിന് പ്രശ്നത്തെ ദൈവം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. ജേക്കബ്, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. Teresa, God is moving over you. ചിന്നു, ദൈവം നിന്നെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. മോർട്ടിൻ നിന്റെ അടുത്താണ്. ഇസബൽ എന്ന പേര് കർത്താവ് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ആക്സിഡന്റിന് ശേഷം കൈ ബ്രോക്കണായി ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് കർത്താവ് പറയുന്നു, എന്റെ ലൈഫ് എനിക്ക് വിട്ടത്. അഡിക്ഷൻ, കഞ്ചാവിന് മരിയുവാനായി അഡിക്ഷനായ ചെറുപ്പക്കാരാ, വാ, തിരികെ വാ. ഈ കഴിഞ്ഞ മാസം കൈയുടെ വെയിൻ കട്ട് ചെയ്ത പെൺകുട്ടി, ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നിന്റെ ലൈഫ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ആശ, നിന്നെ ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. മിന്നു, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത്, ദൈവത്തിന് നിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് ഡിസ്കിന് പ്രോബ്ലമായി കിടക്കുന്ന ഒരാളെ ഒരു ചെറുപ്പക്കാരനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. കൈയുടെ ജോയിന്റിൽ നിന്ന് കൈ ഡിസ്ലൊക്കേറ്റ് ആയി. ഏതോ ഫിസിക്കൽ എക്സസൈസ് എടുത്ത് ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന നിന്റെ ആ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുന്ന ഒരാളെ ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധനാണ്, മഹോന്നതനാണ്. ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാം. ഇരുകരങ്ങൾ നിങ്ങൾ വിരിച്ചു പിടിക്കണം. ഇനി ആരാധിക്കുന്നത് സാധാ വ്യക്തിയല്ല. നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്തെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? പപ്പയുടെ മരണമാണോ? മമ്മിയുടെ മരണമാണോ? നിന്റെ ഹസ്ബൻഡിന്റെ മരണമാണോ? മെമ്മറിയാണോ ലോസ്? ടെൻഷനാണോ? സ്ട്രെസ്സാണോ? ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് ദൈവത്തിന് മുന്നിൽ നിന്നെ വിട്ടുകൊടുത്ത് പരിപൂർണമായി സമർപ്പിച്ച് പരിശുദ്ധനായ ദൈവം എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷേകത്തിന് ഈശോ ഉയർത്തുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈശോ ഉയരുകയാണ്.
കരങ്ങളിങ്ങനെ വിരിച്ചു പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധൻ മഹോന്നത ദേവൻ, TV സ്ക്രീനിൽ ഈശോയെ മാത്രം നോക്കി നിൽക്കുന്നു. വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യം, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയ, കൈകളുയർത്തി ഈശോയെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുക. മക്കളെ ഒന്ന് പാടിക്കേ. എന്തു വന്നാൽ, എന്തും സംഭവിച്ചാൽ, വാളോ നഗ്നതയോ മരണമോ പീഡനമോ വിളിച്ച് വലതുകരം ഈശോയിലേക്ക് നീട്ടിക്കേ. ദിസ് ഈസ് എ ടൈം ഓഫ് ഓൾട്ടർ കോൾ. ഈ സമയത്ത് ആർക്കെങ്കിലും ജീവിതം ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ യൗവനങ്ങളെ കൈകൾ നീട്ടി ഈശോയുടെ മുന്നിൽ വരി വരിയായി ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് വിട്ടുകൊടുക്കുക. എനിക്ക് യേശു മതി, എന്റെ ദൈവം യേശുവാണ്, യേശു അല്ലാതെ എനിക്കൊരു ദൈവമില്ല, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ജീവിതം യേശുവിനാണ്. ഹല്ലേലൂയ പാടി എല്ലാവരും സ്തുതിച്ചേ. Yes, Lord. Amen. നമുക്ക് ആശീർവാദം സ്വീകരിക്കുവാൻ കൈകൾ വിരിച്ചു പിടിച്ച് തലകൾ വണങ്ങി പാടിക്കേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി നിങ്ങൾക്ക് ഉറക്കമില്ലാത്തതാകട്ടെ. ഒരു ക്രിസ്റ്റോഫനി നിങ്ങളുടെ ലൈഫിൽ എത്തട്ടെ. ഈ ദിവസങ്ങൾ നിങ്ങൾ യേശുവിനെ കൂട്ടിമുട്ടട്ടെ. ഈ ക്രിസ്റ്റോഫനി ഇനിയും ക്രൈസ്റ്റ് കൾച്ചർ ഷെക്കീന ടെലിവിഷനുമായി കണ്ടിന്യൂ ചെയ്യുവാനുള്ള ദിവസങ്ങൾ വരികയാണ്. ആ വലിയ ബോധത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞ് നമ്മുടെ തലകളെ വണക്കി ക്രിസ്തുവിന് നന്ദി പറഞ്ഞ് ആമേൻ.